गौरभक्तम् हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण हरे 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 राम 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 हरे कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम जय गौर हरि बोल हरि बोल हरि बोल हरि बोल जय जय प्रभुपाद 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 प्रभुपाद। हरिनाम संकीर्तन यज्ञ की जय। श्रील प्रभुपाद की जय। सद्गोस्वामी वृंद प्रभु की जय। गौर प्रेमानंद। ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ മൂന്നാമത്തെ ശ്ലോകം എടുക്കണം. ആദ്യത്തെ രണ്ടെണ്ണം നോക്കി. വാചോവേഗ മനസ്സക്രോധവേഗം ജിഹ്വാഭൂത ഉപസ്ഥവേഗം ഏതാൻവേഗ യോ വിഷഗേതധീര സർവമഭിമാ പൃഥിവീം ശിഷ്യാത്. പൃഥിവീം ശിഷ്യാത്, ലോകം മുഴുവനും ശിഷ്യനെ ഉണ്ടാക്കാൻ സാധിക്കും. ആർക്കാണ് ഉണ്ടാക്കാൻ സാധിക്കുക? വാക്കിന്റെ ത്വര, മനസ്സിന്റെ ത്വര, ക്രോധത്തിന്റെ ത്വര, ഇതെല്ലാം നിയന്ത്രിക്കുക. പിന്നെ നാവ്, വയറ്, ജനനേന്ദ്രിയം, ഇങ്ങനെ 6 കാര്യം നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് ലോകം മുഴുവനും ശിഷ്യനെ സ്വീകരിക്കാം എന്നാണ് പറയുന്നത്. അപ്പം അതാണ് ഒരു ഗുരുയുടെ ക്വാളിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ ശ്ലോകം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ്? അത്യാഹാര പ്രയാസ പ്രജൽപ നിയമാഗ്ര ജനസംഘർഷ ലൗല്യം ച ഷട്ടിർ ഭക്തിർ പ്രസിദ്ധ്യതി. അപ്പോ ഭക്തിക്ക് പ്രസിദ്ധമായിട്ടുള്ളതാണ്, ഭക്തി വിനശ്യതിയാണ്. ഭക്തിക്ക് നാശമുണ്ടാക്കുന്ന 6 കാര്യങ്ങൾ നമ്മൾ നോക്കി. അത്യാഹാരം നോക്കി, പ്രയാസ പ്രജൽപ അനാവശ്യമായിട്ട് സംസാരിക്കുക, അമിതമായ അധ്വാനിക്കുക, ഇങ്ങനെ നിയമാഗ്രഹം നിയമത്തിനെ മുറുകെ പിടിക്കുക, ജനസംഘ മോശമായ കൂട്ടുകെട്ട്, ആൾക്കാരുമായിട്ട് ജനങ്ങളുമായിട്ട് സംഘം വയ്ക്കുക, ലൗല്യം തീവ്രമായ ആഗ്രഹം, ഈ 6 കാര്യങ്ങൾ ഭക്തിയെ നശിപ്പിക്കും എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി ഉള്ള ഒരു 6 കാര്യം കൂടെ ഇവിടെ പറയുന്നത്. മൂന്നാമത്തെ ശ്ലോകത്തിൽ ഈ 6 കാര്യങ്ങളും ഉത്സാഹ നിശ്ചയ ധൈര്യ തത്വ കർമ്മ പ്രവർത്തന സംഗത്യാഹ സഭോക്ത ഷട്ടിർ ഭക്തിർ പ്രസിദ്ധ്യതി എന്ന് പറയുന്നത്. അപ്പൊ ഭക്തിക്ക് പ്രസിദ്ധ്യതി, ഭക്തിക്ക് സഹായിക്കുന്ന 6 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആരെങ്കിലും വായിക്കാവോ? ഹരേ കൃഷ്ണ പ്രഭു. ശ്ലോകമാണോ വായിക്കേണ്ടത്? ശ്ലോകം വായിക്കൂ, മീനിങ് വായിക്കൂ, ട്രാൻസ്ലേഷൻ വായിക്കൂ. ഹരേ കൃഷ്ണ. ശ്ലോകം 3. ഉത്സാഹ നിശ്ചയാത് ധൈര്യാത് തത്കർമ്മ പ്രവർത്തനാത് സംഗത്യാഗാത് സദോ വൃത്തി ഷഡ്ഭിർഭക്തിർ പ്രസിദ്ധ്യതി. അന്വയവും അർത്ഥവും. ഉത്സാഹാത് ഉത്സാഹം കൊണ്ടും, നിശ്ചയാത് വിശ്വാസം കൊണ്ടും, ധൈര്യാത് ക്ഷമ കൊണ്ടും,
തത്തത് കർമ്മ ഭക്തിയുത സേവനത്തിന് അനുഗുണമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ടും സംഗത്യാഗാത് അഭക്തന്മാരുമായി സംസർഗം ഉപേക്ഷിക്കൊണ്ടും സദവൃത്തെ പൂർവാചാര്യന്മാരുടെ കാലടിപ്പാടുകൾ പിന്തുടരുന്നത് കൊണ്ടും ഷഡ്ഭീർ ഈ 6 കാര്യങ്ങൾ കൊണ്ടും ഭക്തിയുത ഭഗവത് സേവനം പ്രസിദ്ധ്യതി പുരോഗമിക്കുന്നു അഥവാ ഫലവത്തായി തീരുന്നു. പരിഭാഷ. ഭക്തിയുത സേവനം പ്രാവർത്തികമാക്കുന്നതിന് സഹായിക്കുന്ന 6 തത്വങ്ങളുണ്ട്. 1 ഉത്സാഹിയായിരിക്കുക, 2 വിശ്വാസത്തോടെ പ്രയത്നിക്കുക, 3 ക്ഷമയോടെ ഇരിക്കുക, 4 ശ്രവണം കീർത്തനം സ്മരണം, ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം കേൾക്കുക, കീർത്തിക്കുക, കൃഷ്ണനെ സ്മരിക്കുക എന്നിങ്ങനെയുള്ള നിയാമക തത്വങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക. 5 ഭക്തന്മാരല്ലാത്ത ജനങ്ങളുമായി സഹവാസം ഉപേക്ഷിക്കുക. 6 പൂർവാചാര്യന്മാരുടെ കാലടികൾ പിന്തുടരുക. വിശുദ്ധമായ ഭക്തിയുത ഭഗവത് സേവനത്തിന് പൂർണ്ണമായ വിജയം ഉറപ്പുതരുന്ന 6 സംഗതികളാണ് ഇവ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഭക്തിയുത സേവനം ഒരു വൈകാരിക ഭാവനയോ സാങ്കല്പിക ആനന്ദ ഉന്മാദമോ അല്ല, പ്രായോഗികമായ പ്രവർത്തനമാണ് അതിന്റെ കാതലായ അംശം. ശ്രീല രൂപ ഗോസ്വാമി തന്റെ ഭക്തിരസാമൃത സിന്ധു എന്ന ഗ്രന്ഥത്തിൽ 1:1:11 ഭക്തിയുത സേവനത്തെ ഇപ്രകാരം നിർവചിച്ചിട്ടുണ്ട്. അന്യാഭിലാഷിത ശൂന്യം ജ്ഞാനകർമാദ്യനാവൃതം ആനുകൂലേന കൃഷ്ണാനുശീലനം ഭക്തിരുത്തമ. പരമപുരുഷോത്തമനായ ശ്രീകൃഷ്ണനിലുള്ള അകളങ്കമായ ഉത്തമ ഭക്തി എന്നത് ഭഗവാന് പ്രീതി ഉളവാക്കുന്ന മട്ടിൽ ചെയ്യുന്ന ഭക്തിയുത സേവനമാണ്. ഈ സേവനം ബാഹ്യമായ എന്തെങ്കിലും ഉദ്ദേശം വെച്ചുകൊണ്ടാവരുത്. അതിൽ കാമ്യകർമ്മത്തിനോ അമൂർത്തമായ ജ്ഞാനത്തിനോ മറ്റ് സ്വാർത്ഥ അഭിലാഷങ്ങൾക്കോ അവകാശമില്ല. ഭക്തി ഒരുതരം പരിശീലനമാണ്. പരിശീലനം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രവർത്തനം അതിലുണ്ടെന്ന് വരുന്നു. ആത്മീയതയുടെ പരിശീലനം ചില കപടയോഗികൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ അലസമായി ഒരിടത്ത് ധ്യാനിക്കാനിരിക്കലല്ല. ഭക്തിയുത സേവനത്തെക്കുറിച്ച് ഒരറിവും ലഭിക്കാത്തവർക്ക് ഇത്തരം അലസ ധ്യാനമുറകൾ കൊള്ളാം. അക്കാരണത്താൽ ഇത് ചിലപ്പോൾ മനോവികർഷങ്ങളായ ഭൗതിക പ്രവർത്തനങ്ങളെ അകറ്റി നിർത്തുന്നതിന് ശുപാർശ ചെയ്യപ്പെടാറുണ്ട്. ധ്യാനം എന്ന് പറഞ്ഞാൽ എല്ലാ അബദ്ധ പ്രവർത്തനങ്ങളെയും താൽക്കാലികമായി വേണ്ടെന്ന് വെക്കലാണല്ലോ. എന്നാൽ ഭക്തിയുത സേവനം അങ്ങനെയല്ല. അത് അബദ്ധ ഭൗതിക പ്രവർത്തനങ്ങളെ അകറ്റി നിർത്തുക മാത്രമല്ല, അർത്ഥവത്തായ ഭഗവത് പ്രേമയുത സേവനങ്ങളിൽ വ്യാപരിക്കുകയും കൂടിയാണ്. ശ്രീ പ്രഹ്ലാദ മഹാരാജാവ് പറയുന്നത് നോക്കുക. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. 9 വിധം ഭക്തിയുത സേവനങ്ങൾ ഇപ്രകാരമാണ്. 1 പരമപുരുഷോത്തമനായ ഭഗവാന്റെ നാമവും ദിവ്യ അപദാനങ്ങളും കേൾക്കുക. 2 ഭഗവാന്റെ അപദാനങ്ങളെ കീർത്തിക്കുക. 3 ഭഗവാനെ സ്മരിക്കുക. 4 ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ സേവിക്കുക. 5 ഭഗവാനെ അർച്ചിക്കുക, പൂജിക്കുക. 6 ഭഗവാനെ നമസ്കരിക്കുക. 7 ഭഗവാന്റെ ദാസ്യം അനുഷ്ഠിക്കുക. 8 ഭഗവാനുമായി മൈത്രിയിൽ ഏർപ്പെടുക. 9 തന്നെ ഭഗവാന് പൂർണ്ണമായും സമർപ്പിക്കുക. ദിവ്യജ്ഞാനം നേടുന്നതിന്റെ ആദ്യത്തെ പടിയാണ് ശ്രവണം. അധികാരികളല്ലാത്തവർ പറയുന്നതിന് അംഗീകാരം കൊടുക്കരുത്. ഭഗവത്ഗീതയിൽ 4:34 പറഞ്ഞ മാതിരി ശരിയായ വ്യക്തിയെ സമീപിച്ചു വേണം ശ്രവണം നടത്തുവാൻ. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിനഃ. ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ച് സത്യം മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. വിനീതനായ അദ്ദേഹത്തോട് ആരായുക, അദ്ദേഹത്തെ സേവിക്കുക. ആത്മസാക്ഷാത്കാരം നേടിയ അദ്ദേഹം സത്യദൃഷ്ടാവാകയാൽ നിനക്ക് അറിവ് പകർന്നു തരുവാൻ കഴിവുള്ളവനാണ്. മുണ്ടകോപനിഷത്തിൽ ഇങ്ങനെ. ഹരേ കൃഷ്ണ. ഇവിടെ 6 കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഉത്സാഹം കൊണ്ടും വിശ്വാസം കൊണ്ടും ക്ഷമ കൊണ്ടും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഭക്തിയുടെ കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം എന്ന് ചോദിച്ചാൽ എൻത്യൂസിയാസം വേണം, ഉത്സാഹം വേണം. അപ്പം ഭക്തി എന്ന് പറയുന്ന ഒരു കാര്യം പരിശീലനം എന്നാണ് പറയുന്നത്. നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ ചിലപ്പോൾ ഒരു ജ്ഞാനികളോ യോഗികളോ പറയുന്നത് പോലെ അല്ല ഭക്തി എന്ന് പറയുന്നത്. അതായത് ഒരുപാട് ബുക്കുകൾ വായിച്ചത് കൊണ്ട് നമുക്ക് ഭക്തനാകില്ല. ഒരു യോഗിയെ പോലെ ധ്യാനത്തിലോ എന്താ പറയാ എല്ലാം വർജിച്ചിട്ട് നമ്മൾ ഒന്നിലും അറ്റാച്ച്മെന്റ് ഇല്ലാത്തതുപോലെ ഇരിക്കുന്നത് കൊണ്ടും ഭക്തി ഉണ്ടാവണം. ഭക്തി എന്ന് പറയുന്നത് പ്രാക്ടീസാണ്. ചിലപ്പോൾ അവര് പറയും ഭക്തി എന്ന് പറയുന്നത് തുടക്കക്കാരനുള്ളതാണെന്ന് പറയും. അവര് പറയുന്നത് അങ്ങനെയാണ്. അതെല്ലാം ഒരു തുടക്കക്കാരനുള്ളതാണ്. പക്ഷെ ഞങ്ങൾ എത്രയോ വലിയ സ്റ്റേജിലാണെന്ന് പറയും. പക്ഷെ എന്നാൽ ഒരു ഭക്തൻ ചെയ്യുന്ന സാധന ആർക്ക് ചെയ്യാൻ പറ്റില്ല? ഒരു യോഗിക്കോ ജ്ഞാനിക്കോ ചെയ്യാൻ പറ്റില്ല.
കാരണം ഒരു ഭക്തനാകുമ്പോ ഒരു എണീറ്റ് ചിലപ്പോ ഒരു ദിവസം 2 നേരം കുളിക്കും, 3 നേരം കുളിക്കും, വൃത്തിയോടിയിരിക്കും, വെളുപ്പാൻ രാവിലെ എണീക്കും, നാമം ജപിക്കും. ഇതൊന്നും ആർക്ക് ചെയ്യാൻ പറ്റില്ല? ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. ഈവൻ ജടമുടി വളർത്തിയിട്ടിരിക്കുന്നത് എളുപ്പമാണ്. കുളിക്കാതെ നനയ്ക്കാതെ ഈ ജടമുടി പിടിച്ച് ഇങ്ങനെ കിടക്കുന്നത് എളുപ്പമാണ്. പക്ഷെ ഡെയിലി ഷേവ് ചെയ്ത് വൃത്തിയായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമാണ്. അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോ വൃത്തിയോടി സാധന ചെയ്യുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. പക്ഷെ അവരെന്ത് വിചാരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഒരു തുടക്കക്കാരനാണ് ഈ ക്ലീൻലിനെസ് ഇതെല്ലാം വേണ്ടത്. ഞങ്ങൾക്കത് വേണ്ട, അതീന്ദ്രിയ അവസ്ഥയിലാണെന്ന് വിചാരിക്കും. പക്ഷെ അവരങ്ങനെയല്ല. അപ്പൊ അതും ഒരു ഭക്തി എന്ന് പറയുന്നത് എന്താണ്? ഒരു ശീലം, പരിശീലനം എന്നാണ് പറയുന്നത്. അപ്പൊ അത് നമ്മൾ പ്രാക്ടീസ് തന്നെ ചെയ്യണം. എങ്ങനെ ചെയ്യണം? ഗോസ്വാമി പറഞ്ഞു തന്നിരിക്കുന്ന മാർഗം അനുസരിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയാണ്. അപ്പോൾ ഇത് ഒരു ഭക്തി എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു സിമ്പിൾ കാര്യമല്ല, ഒരു അർത്ഥമില്ലാത്ത ഒരു കാര്യമല്ല. ഇതിനൊരു മീനിങ് ഉണ്ട്. അത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോ കൃഷ്ണൻ പറയുന്നത് അഭ്യാസേനത് കൗന്ദേയ, പ്രാക്ടീസ് ചെയ്താലേ നമുക്കത് സാധിക്കുള്ളൂ. എന്ത് സാധിക്കും? മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമില്ല. പക്ഷെ എങ്ങനെ സാധിക്കും? പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് പ്രഹ്ലാദ മഹാരാജ് പറയുന്ന നവവിധ ഭക്തിയെ കുറിച്ച് ഇവിടെ പറയുന്നു, അല്ലെ? ആ 9 തരത്തിലെ ഭക്തി, അതിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രവണമാണ്. അപ്പോൾ ശ്രവണമില്ലാതെ നമുക്ക് കീർത്തനം ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഇത് ഭക്തിയുടെ എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. അപ്പൊ ഇവിടെ ആലോചിച്ച് നോക്കൂ, വിഷ്ണു സ്മരണം എന്ന് പറയുന്നത് മൂന്നാമതാണ് വന്നിരിക്കുന്നത്. അതായത് ഭഗവാനെ ധ്യാനിക്കുക, ഭഗവാനെ ഓർക്കുക എന്ന് പറയുന്നത് മൂന്നാമത്തതാണ്. അപ്പൊ ആദ്യത്തെ 2 എന്താണ് വന്നിരിക്കുന്നത്? ശ്രവണം. അതായത് കീർത്തനം ചെയ്താൽ, ഭഗവാന്റെ നാമം ജപിച്ചാൽ ഭഗവാനെ ഓർക്കാൻ സാധിക്കും. നാമം ജപിക്കാതെ ഭഗവാനെ ഓർക്കാൻ സാധിക്കില്ല. ചിലപ്പോ ഒരാൾ ഭയങ്കര പണ്ഡിതനെ പോലെ ബുക്കുകളൊക്കെ വായിക്കുമായിരിക്കും, നാമം ജപിക്കില്ല. പക്ഷെ അവർക്ക് ഭഗവാനെ ഓർക്കാൻ സാധിക്കില്ല. ആ പുസ്തകങ്ങൾ വായിച്ചിട്ട് ഭഗവാൻ ആരാണ്, ഭഗവാൻ ചെയ്തിരിക്കുന്ന ലീല എന്തിനാണ്, ഇതൊന്നും മനസ്സിലാവില്ല അവർക്ക്. എന്തുകൊണ്ട്? അവര് ഫസ്റ്റ് ശ്രവണമില്ല. ശ്രവണം എന്ന് പറയുമ്പോൾ ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് കേൾക്കണം. എങ്ങനത്തെ ആധ്യാത്മിക ഗുരുവായിരിക്കണം? അത് ഇവിടെ പറയുന്നുണ്ട്, പരമ്പരയിൽ വരുന്ന ഗുരുവായി. അപ്പോ ആ ഗുരുവിൽ നിന്ന് എങ്ങനെ സ്വീകരിക്കണം നമ്മള്? അത് പറയുന്നുണ്ട്, തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശം ജ്ഞാനം ജ്ഞാനിന തത്വദർശിന എന്ന് പറയുന്നുണ്ട്. അപ്പോ ആ ഗുരുവിനെ ആശ്രയിച്ച് അദ്ദേഹത്തിന് സേവനമനുഷ്ഠിച്ച് എളിമത്വത്തോടുകൂടി ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ആധ്യാത്മിക കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ. അപ്പോ സംശയം തീർക്കാതെ പഠിച്ചാൽ നമുക്ക് ആ ഫെയ്ത്ത് ഉണ്ടാവില്ല, ഭഗവാന്റെ അടുത്ത് വിശ്വാസം ഉണ്ടാവില്ല. കാരണം ഒരുപാട് സംശയമുണ്ട്. ഇപ്പൊ ഒരുപാട് സംശയമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് അയാളെ വിശ്വസിക്കാൻ പറ്റും? കാരണം ഓൾറെഡി സംശയത്തിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് സംശയം തീരണം. ഇപ്പൊ നമ്മുടെ കൂടെ തന്നെ ഒരാളുണ്ട്, ഇയാൾ എന്റെ സാധനം അയാൾ എടുത്തില്ലയോ? ചിലർ എടുത്തു എന്ന് പറയുന്നു, ചിലർ എടുത്തില്ല എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അയാളെ വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അത് ക്ലിയർ ചെയ്തു, കാരണം അയാൾ എടുത്തില്ല, അത് വേറൊരാളാണ് എടുത്തു, നമ്മൾ ക്ലിയർ ചെയ്തു എങ്കിൽ ഇനിയിപ്പോ അയാളുടെ അടുത്ത് വിശ്വാസമാണ്. അതുപോലെ ഭക്തി മാർഗത്തിൽ ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടാവും. ആ സംശയങ്ങൾ നമുക്ക് തീർക്കണം. അതെങ്ങനെ തീർക്കാം? അത് ആധ്യാത്മിക ഗ്രന്ഥത്തിൽ നിന്ന് തീർക്കാൻ പറ്റും. അത് ആരാ തീർത്തു തരിക? അത് ഒരു ആധ്യാത്മിക ഗുരുവായിരിക്കും നമുക്ക് ആ സംശയങ്ങൾ തീർത്തു തരിക. ഈ ജ്ഞാനം പൂർണ്ണമായിട്ട് ഈ ജ്ഞാനം കൈവരിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മുടെ സംശയങ്ങൾ തീർത്തു തരാൻ സാധിക്കും. അല്ലാത്തവർക്ക് നമ്മുടെ സംശയങ്ങൾ തീർത്തു തരാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ സംശയം തീർത്തു തരുന്ന വ്യക്തിയെ നമ്മൾ സിമ്പിളായിട്ട് പോയിട്ട് എനിക്ക് പറഞ്ഞു തരൂ, ഞാൻ ചോദിച്ചതൊക്കെ പറയൊന്നും പറയാൻ പറ്റില്ല. ആ വ്യക്തിയെ റെസ്പെക്ട് ചെയ്യണം. ആ വ്യക്തിയുടെ എന്താ പറയാ, അവർക്ക് സേവനം അനുഷ്ഠിക്കണം. എന്നിട്ട് അവരുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. ഇതാണ് ഒരു ആധ്യാത്മിക ഗുരുവിനെ അപ്രോച്ച് ചെയ്യേണ്ട രീതി. ഭഗവത്ഗീതയിൽ തന്നെ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു. അല്ലാതെ നിസാരം ഒരു നോളജ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് കിട്ടില്ല. അഥവാ കിട്ടിയാൽ അത് പ്രയോജനപ്പെടില്ല. കാരണം ആ ഗുരുഭക്തി ഇല്ലാതെ നമുക്ക് എന്തുണ്ടാകാം? ആ ആധ്യാത്മികമായിട്ട് കാരണം ഗുരുവിനും കൃഷ്ണനും വലിയ വ്യത്യാസമില്ല. കൃഷ്ണൻ തന്നെയാണ് ഇവിടെ ആരായിട്ട് വന്നിരിക്കുന്നത്? ഗുരുവായിട്ട്. കാരണം നമുക്ക് നമ്മുടെ ഫ്രണ്ടില് കൃഷ്ണൻ നേരിട്ട് വരാൻ നമ്മൾ ക്വാളിഫൈഡ് അല്ല. അർജുനനെ പോലെയുള്ള വ്യക്തി ആയിരുന്നെങ്കിൽ സുഹൃത്തുമായിരിക്കണം, എന്താണ് ബന്ധുവായിരിക്കണം, എങ്കിൽ കൃഷ്ണൻ നേരിട്ട് വരുമായിരുന്നു. നമുക്ക് ഈ 2 ക്വാളിറ്റിയും ഇല്ല. അപ്പൊ കൃഷ്ണൻ എങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ വരും?
വരില്ല. അപ്പൊ കൃഷ്ണൻ എന്താ ചെയ്യുന്നു? പക്ഷെ കൃഷ്ണൻ കാരുണ്യം ഉള്ള വ്യക്തി ആയതുകൊണ്ട് കൃഷ്ണന് പകരം ക്വാളിറ്റി ഉള്ള ആധ്യാത്മികം പഠിച്ച, കൃഷ്ണനെ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുന്ന, കൃഷ്ണ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആധ്യാത്മിക ഗുരുവിനെ നമുക്ക് അയച്ചു തരും. എന്തിനാണ്? അപ്പോ കൃഷ്ണന്റെ റെപ്രസെന്റേറ്റീവ് ആണ് ആ വ്യക്തി. കൃഷ്ണനെ പോലെ തന്നെയാണ്. ഇദ്ദേഹത്തിനെ റെസ്പെക്ട് ചെയ്താൽ കൃഷ്ണനെ റെസ്പെക്ട് ചെയ്തതുപോലെയാണ്. കൃഷ്ണനെ ഇദ്ദേഹത്തിനെ പൂജിക്കുന്നത് കൃഷ്ണനെ പൂജിക്കുന്നത് പോലെയാണ്. പക്ഷെ അദ്ദേഹം കൃഷ്ണനാണോ എന്ന് ചോദിച്ചാൽ കൃഷ്ണനല്ല. പക്ഷെ ആരുടെ റെപ്രസെന്റേറ്റീവ് ആണ്? കൃഷ്ണന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. അതുകൊണ്ട് ആ പ്രതിനിധിയെ നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ സേവനമനുഷ്ഠിച്ച് ഈ കാര്യങ്ങൾ ചോദിച്ച്, ആധ്യാത്മിക കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. ഫസ്റ്റ് പ്രോസസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രവണം. ശ്രവണം കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? കീർത്തനം. അപ്പോ ഭഗവാനെ കുറിച്ച് കേട്ടിട്ട് കുറെ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കാ നമ്മൾ ഭഗവാനെ കുറിച്ച് കീർത്തിക്കും. ഒരാളുടെ നല്ല ഗുണങ്ങൾ നമ്മൾ ഒരുപാട് കേൾക്കുമ്പോൾ നമ്മളും വേറൊരാളുടെ അടുത്ത് പറയും, ഇദ്ദേഹത്തിന് ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട് എന്ന് നമ്മളും അവരുടെ അടുത്ത് പറയും. അപ്പൊ ആദ്യം ശ്രവണം ചെയ്യുക, പിന്നെ നമ്മൾ അറിയാതെ അത് കീർത്തനമാകും. കീർത്തനം ചെയ്യാൻ സാധിക്കും. ഭഗവാന്റെ നാമകീർത്തനം ചെയ്യാം, ശ്രീമദ് ഭാഗവതം വായിക്കാം, ശ്രീമദ് ഭഗവത്ഗീത വായിക്കാം, ഇതെല്ലാം കീർത്തനമാണ്. അപ്പോൾ ശ്രവണം, കീർത്തനം ഇത് രണ്ടും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തുണ്ടാവും? സ്മരണ ഉണ്ടാവും. കാരണം ആരെക്കുറിച്ച് കീർത്തനം ചെയ്തു? ആരെക്കുറിച്ച് കേട്ടു? ഭഗവാനെ കുറിച്ച്. ആരെക്കുറിച്ച് കീർത്തനം ചെയ്തു? ഭഗവാനെ കുറിച്ച് കീർത്തനം ചെയ്തു. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? അപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് സ്മരണ ഉണ്ടാവും. സ്മരണം. അത് കഴിഞ്ഞിട്ടാണ് ഭഗവാനെ സേവിക്കൽ. സേവനം നാലാമത്തതാണ്. അപ്പൊ ആരെന്നറിയാതെ ഒരാളെ നമ്മൾ സേവിച്ചാൽ എങ്ങനെ ഉണ്ടാവും? വലിയ ഗുണമുണ്ടാവില്ല. പക്ഷെ ഈ വ്യക്തി, ഇദ്ദേഹം എന്റെ കമ്പനിയുടെ ഓണറാണ്, ഇദ്ദേഹം ഞാൻ സേവിച്ചാൽ അദ്ദേഹം എന്നെ കെയർ ചെയ്യും എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കമ്പനിയുടെ ഓണറിനെ സേവിക്കും. പക്ഷെ ആരെന്നേ അറിയാതെ നമ്മൾ ഒരാളെ സേവിക്കാൻ പോകില്ല. അഥവാ സേവിച്ചാൽ നമുക്ക് ആ സിൻസിയറിറ്റി ഉണ്ടാവില്ല, അല്ലെ? പക്ഷെ ഇവിടെ ഭഗവാനാണ് പരമപുരുഷൻ എന്ന് ആദ്യം കേട്ടു, പിന്നെ അദ്ദേഹത്തിന്റെ നാമം ഉച്ചരിച്ചു, ഓട്ടോമാറ്റിക്കായി നമുക്ക് സ്മരണ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിനെ സേവിക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് അദ്ദേഹത്തിനെ അർച്ചനം പൂജിക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് അദ്ദേഹത്തിനെ നമസ്കരിക്കാം, പുള്ളി നമസ്കരിക്കാം അദ്ദേഹത്തിന്. പിന്നെ ദാസ്യം, നമ്മൾ അദ്ദേഹത്തിന്റെ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. എന്റെ ലൈഫ് ആരുടേതാണ്? ഭഗവാന്റേതാണ്. എന്റെ ലൈഫ് എന്റേതല്ല. ഇത് ആരാ തന്നിരിക്കുന്നത്? ഇത് ഭഗവാനാണ് എനിക്ക് ജീവിതം തന്നിരിക്കുന്നത്. അത് ആർക്കുള്ളതാണ്? അത് ഭഗവാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ മരിക്കാനും ജീവിക്കാനും ഭഗവാന് വേണ്ടി തയ്യാറാണ് എന്നെടുക്കുന്ന ദാസ്യനായിട്ട് നമ്മൾ ഇരിക്കണം, ഹനുമാനെ പോലെ എന്ന് പറയാണ്. ഇനി അടുത്തത് വന്നിട്ട് എന്താണ്? അതായത് ഒരു ഫ്രണ്ടായിട്ട്, അർജുനനെ പോലെ. അപ്പോ ഈ ഫ്രണ്ട്ഷിപ്പ് ആദ്യം നമുക്ക് കാണിക്കാൻ പറ്റില്ല, അല്ലെ? എങ്ങനെയാണ്? നമുക്കിപ്പോ നമ്മൾ തുടക്കക്കാരനാണ്, ഉടനെ പോയിട്ട് കൃഷ്ണ എനിക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണ് കൃഷ്ണന്റെ അടുത്ത് സംസാരിക്കുക, കൃഷ്ണൻ തിരിച്ച് സംസാരിക്കുക, ഇതൊന്നും നടക്കില്ല. അപ്പോ അത് ആ ഒരു ലെവലിൽ എത്തിയാൽ മാത്രമേ കൃഷ്ണൻ നമ്മൾ സംസാരിക്കുന്നതിന് തിരിച്ച് സംസാരിക്കത്തുള്ളൂ. അപ്പൊ അത് എങ്ങനെയാണ്? അത് 8ാമത്തെ സ്റ്റേജിലാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഫുള്ളി സറണ്ടർ ആണ്. ആത്മസമർപ്പണം എവിടെയാ വരുന്നത്? അവസാനമാണ് വരുന്നത്. പൂർണ്ണമായിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കും. ഈ പ്രോസസ്സാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഇതുവരെ വായിച്ചത് കഴിഞ്ഞിട്ട് അടുത്ത പാരഗ്രാഫ് വായിക്കാം. മുണ്ടക ഉപനിഷത്ത്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. മുണ്ടകോപനിഷത്തിൽ ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു: തദ് വിജ്ഞാനാർത്ഥം സഗുരും ഏവാഭിഗച്ഛേത്. ആ ദിവ്യമായ ജ്ഞാനം ലഭിക്കുന്നതിന് വേണ്ടി സത്യമായ ഗുരുവിനെ സമീപിക്കണം. ദിവ്യമായ നിഗൂഢ ജ്ഞാനം പ്രണിപാതപൂർവം നേടുക എന്ന ഈ പദ്ധതി മാനസികമായ വെറും ഭാവനയെ ആധാരമാക്കിയുള്ളതല്ല എന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഈ സന്ദർഭത്തെ വിശദീകരിച്ചുകൊണ്ട് ചൈതന്യ മഹാപ്രഭു രൂപ ഗോസ്വാമിയോട് പറയുകയുണ്ടായി: ബ്രഹ്മാണ്ഡ ഭ്രമിതേ കോന ഭാഗ്യവാൻ ജീവ ഗുരുകൃഷ്ണ പ്രസാദേ പായ് ഭക്തിലതാ ബീജ. ബ്രഹ്മ സൃഷ്ടിയായ ഈ പ്രപഞ്ചം മുഴുവനും ചുറ്റി നടന്നാൽ ഏതെങ്കിലും ഒരു ഭാഗ്യവാനെ ഭക്തിയുത സേവനലതയുടെ ബീജം നേടിയവനായി കണ്ടേക്കാം. ഗുരുവിന്റെയും കൃഷ്ണന്റെയും പ്രസാദം കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്. ചൈതന്യ ചരിതാമൃതം മധ്യലീല 19:151. ആനന്ദമയ സ്വഭാവത്തോടു കൂടിയ, എപ്പോഴും ആനന്ദം അന്വേഷിക്കുന്ന ജീവികൾക്ക് ഈ ഭൗതിക ലോകം ഒരു കാരാഗ്രഹമാണ്. നിബന്ധനകളോട് കൂടിയ സൗഖ്യത്തിൻ്റെതായ ഈ ഭൗതിക ലോക
കാരാഗ്രഹത്തിൽ നിന്നും മോചനം ലഭിച്ചാൽ കൊള്ളാമെന്ന് അവർ ശരിക്കും ആശിക്കുന്നുണ്ട്. എന്നാൽ മോചനത്തിനുള്ള മാർഗം അറിയാത്തതിനാൽ അവരുടെ ജീവിതം ഒരു ജീവി വർഗത്തിൽ നിന്ന് മറ്റൊരു ജീവി വർഗത്തിലേക്കും ഒരു ലോകത്തിൽ നിന്നും മറ്റൊരു ലോകത്തിലേക്കും സംക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവജാലങ്ങളെല്ലാം ഇപ്രകാരം ഭൗതിക പ്രപഞ്ചം മുഴുവൻ ചുറ്റിയടിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഭാഗ്യവശാൽ ഒരാൾ യഥാർത്ഥ ഭക്തനുമായി സമ്മേളിക്കുവാനും അദ്ദേഹത്തിൽ നിന്ന് ക്ഷമയോടുകൂടി കാര്യങ്ങൾ കേൾക്കുവാനും ഇടവന്നാൽ പിന്നെ അയാൾ ഭക്തി സേവന മാർഗം പിന്തുടരുകയായി. ആത്മാർത്ഥതയുള്ള ഒരുവന് മാത്രമേ ഈ അവസരം ലഭ്യമാവുകയുള്ളൂ. അന്താരാഷ്ട്ര കൃഷ്ണാവബോധ പ്രസ്ഥാനം ഒട്ടനേകം ജനങ്ങൾക്ക് ഇങ്ങനെ ഒരവസരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗ്യം നിമിത്തം ഒരാൾ ഈ അവസരം ഉപയോഗിച്ച് ഭക്തി സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം അവന് മുക്തിപദം ഉടനെ തുറന്നു കിട്ടും. വായിക്കണോ പ്രഭുജി? ഹരേ കൃഷ്ണ. സ്വന്തം ഭവനത്തിലേക്ക് തിരിച്ചു പോകുന്നതിനുള്ള ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങി ചെല്ലുന്നതിനുള്ള ഒരു സന്ദർഭം ഉത്സാഹപൂർവം ഏവരും സ്വീകരിക്കേണ്ടതാണ്. ഉത്സാഹമില്ലാതെ വിജയിക്കുവാൻ സാധ്യമല്ല. ഭൗതിക ലോകത്തിൽ തന്നെയും തന്റെ പ്രത്യേക പ്രവർത്തന മേഖലയിൽ വിജയശ്രീ ലാളിതനാകുന്നതിന് ധാരാളം ഉത്സാഹം പ്രദർശിപ്പിക്കുന്നുവല്ലോ. വിദ്യാർത്ഥിയായാലും വ്യാപാരിയായാലും കലാകാരനായാലും മറ്റാരായാലും അവരുടെ മണ്ഡലത്തിൽ സിദ്ധി കൈവരിക്കണമെങ്കിൽ ഉത്സാഹവാനായേ പറ്റൂ. അതുപോലെ ഭക്തി സേവന പദത്തിലും ഉത്സാഹം ആവശ്യമാണ്. ഉത്സാഹം എന്നാൽ പ്രവർത്തനമാണല്ലോ. പക്ഷെ ആർക്കു വേണ്ടിയുള്ള പ്രവർത്തനം? ഇതിന് ഒരേ ഒരു ഉത്തരമേയുള്ളൂ. കൃഷ്ണാർത്ഥ അഖിലാചേഷ്ട. എല്ലാ പ്രവർത്തനങ്ങളും കൃഷ്ണന് വേണ്ടി. ഭക്തിരസാമൃത സിന്ധു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നുണ്ട് സഗുരും ഏവാഭി ഗച്ഛേത് എന്ന് പറയുന്നുണ്ട്. അതായത് ആ ടോപ്പ് മോസ്റ്റ് നോളജിനെ കുറിച്ച് അറിയാനായിട്ട് ഒരാൾ യഥാർത്ഥ ഒരു ആധ്യാത്മിക ഗുരുവിനെ അപ്രോച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോ ആധ്യാത്മിക ഗുരുവിനെ നമ്മള് എന്താ പറയാ ആശ്രയിക്കാതെ നമുക്ക് ആ പരമോന്നതമായ നോളജിനെ കുറിച്ച്, ജ്ഞാനത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇവിടെ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, ബ്രഹ്മാട്ടെ ഭ്രമിതേ കോനെ ഭാഗ്യവാൻ ജീവ ഗുരു കൃഷ്ണ പ്രസാദേ ഭക്തിലതാ ബീച്ച് എന്ന് പറയും. അപ്പോ ബ്രഹ്മാവ് സൃഷ്ടിക്കപ്പെട്ട ഈ ബ്രഹ്മാണ്ടത്തിൽ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഗുരു കൃഷ്ണ പ്രസാദേബായി, ഗുരുയുടെയും കൃഷ്ണന്റെയും പ്രസാദം ആരാണ്? കാരുണ്യം ആർക്കാണോ ലഭിച്ചിരിക്കുന്നത്? ഗുരു കൃഷ്ണ പ്രസാദേബായി ഭക്തിലതാ ബീച്ച് എന്നാണ്. അപ്പോ ഗുരുയുടെയും കൃഷ്ണന്റെയും പ്രസാദം, അനുഗ്രഹം നേടിയ വ്യക്തി എന്തിനു വേണ്ടിയിട്ട്? ഭക്തിലത എന്ന് പറയുന്ന ഭക്തി മാർഗത്തില് ഭക്തിയുത സേവനം ചെയ്യാനായിട്ട് ഉള്ള ആ അനുഗ്രഹം ആർക്കാണോ കിട്ടിയിരിക്കുന്നത് ആ വ്യക്തിയാണ് ഈ ബ്രഹ്മാണ്ടത്തിലെ ഏറ്റവും ഭാഗ്യമായ വ്യക്തി. ഒരാൾക്ക് ഒരു വീട് കിട്ടുന്നതോ, അല്ലെങ്കിൽ ഒരു ബംഗ്ലാവ് കിട്ടുന്നതോ, അല്ലെങ്കിൽ നല്ല ഭാര്യയെ കിട്ടുന്നതോ, ഭർത്താവിനെ കിട്ടുന്നതോ, നല്ല മക്കളെ കിട്ടുന്നതോ, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കിട്ടുന്നതോ, ഇതൊന്നുമല്ല ഭാഗ്യം. യഥാർത്ഥ ഭാഗ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുരുവിനെ കിട്ടുന്നതാണ് ഭാഗ്യം. കാരണം നമ്മൾ എത്ര ജന്മം എടുത്താലും നമുക്ക് കിട്ടും. ആരെ കിട്ടും? ഒരു അച്ഛനെയും അമ്മയും കിട്ടും. അത് പട്ടിയായിട്ട് ജനിച്ചാലും അച്ഛനും അമ്മയും കിട്ടും, പൂച്ചയായിട്ട് ജനിച്ചാലും നമുക്ക് അച്ഛനും അമ്മയും കിട്ടും, മനുഷ്യരായിട്ട് ജനിച്ചാലും കിട്ടും. അപ്പൊ ഏത് ജീവാത്മാവിന് ആരെ കിട്ടും? അച്ഛനെയും അമ്മയും കിട്ടും. പക്ഷെ ഗുരുവിനെ കിട്ടണമെന്ന് നിർബന്ധമില്ല. ഗുരുവിനെ കിട്ടണമെങ്കിൽ ആ വ്യക്തി എത്രയോ ഭാഗ്യം ചെയ്ത വ്യക്തിക്ക് മാത്രമേ ഒരു ആധ്യാത്മിക ഗുരുവിനെ കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു ആധ്യാത്മിക ഗുരുവിനെ കിട്ടാതെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റില്ല? ഈ ആധ്യാത്മിക ജ്ഞാനം മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാല്, നമ്മൾ ഈ 84 ലക്ഷം ജീവജാലങ്ങൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ട് ഭൗതിക ലോകത്തില് താൽക്കാലികമായ കാര്യങ്ങളെല്ലാം എൻജോയ് ചെയ്ത് അനുഭവിച്ച് പിന്നെയും പിന്നെയും കുടുങ്ങി ഈ ലോകത്ത് തന്നെ ഉണ്ടാവും. നമ്മൾ ഇവിടെ നിന്ന് ഈ ലോകം വിട്ട് നമ്മൾ ഒരിക്കലും പോകുന്നില്ല. ജയില് പോലെയാണ്. ഈ ലോകത്തിൽ നിന്ന് മുക്തനാകണം. ഒരു ജയിലിനകത്ത് കിടക്കുന്ന വ്യക്തിയുടെ ആഗ്രഹം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ മോക്ഷം കിട്ടണം, ഈ ജയിലിൽ നിന്ന് പുറത്തു പോകണം എന്നുള്ളതാണ് ആഗ്രഹിക്കുക. അപ്പോ ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ ഭവസാഗരം എന്ന് പറയുന്ന സ്ഥലം അതൊരു ജയിലാണ്. ഈ ജയിലിനകത്ത് നമ്മൾ പെട്ടുപോയി. ഓക്കെ,
അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ മോക്ഷം കിട്ടും എന്ന് ചോദിച്ചാല് നമുക്ക് ഭക്തിയുത സേവനം. സാധാരണഗതിയിൽ ആൾക്കാർക്ക് ഈ വക നോളജ് ഇല്ല, ഇങ്ങനെ ഒരു ജ്ഞാനമേ ഇല്ല. അതുകൊണ്ടാണ് അവര് തിരിച്ചും ഒരു ലൈഫേ ഞങ്ങൾക്കുള്ളൂ, അതുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഒരു ജന്മമുണ്ട്, ഈ ജന്മത്തിൽ എന്തിനാ ഞാനിങ്ങനെ അത് വേണ്ട, അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, അവിടെ പോകരുത്, അത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് എന്തിനാ എന്റെ ജീവിതത്തിലെ ആ സന്തോഷം ഞാൻ കളയാം, അത് എനിക്ക് എൻജോയ് ചെയ്യാമല്ലോ എന്നാണ് അവർ വിചാരിക്കുന്നത്. അവരെന്തുകൊണ്ട് അങ്ങനെ വിചാരിക്കും ചോദിച്ചാൽ അവർക്ക് ജ്ഞാനമില്ല. എന്ത് ജ്ഞാനമില്ല? ആധ്യാത്മിക ജ്ഞാനമില്ല. ആ ജ്ഞാനം എവിടെ നിന്ന് കിട്ടും? അത് ആധ്യാത്മിക ഗുരുവിൽ നിന്ന് കിട്ടും. അപ്പൊ പ്രഭുപാദ് പറയുന്നുണ്ട്, ഈ ജ്ഞാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം ലോകം മുഴുവനും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രഭുപാദ് വ്യക്തമാണ്. പ്രഭുപാദിന് വേറെ ഒരു ഐഡിയ ഇല്ല, ഒരു താല്പര്യം, വേറെ ഒരു കാര്യത്തിലും താല്പര്യമില്ല. പ്രഭുപാദിന് ഒറ്റ താല്പര്യമേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാ ജീവാത്മാക്കൾക്കും കൃഷ്ണഭക്തി കിട്ടണം. ഇതാണ് ഒരു വൈഷ്ണവൻ, പരദുഃഖ ദുഃഖി, മറ്റുള്ളവന്റെ ദുഃഖം കണ്ട് ദുഃഖിക്കുന്ന വ്യക്തി. അതുകൊണ്ട് പ്രഭുപാദ് എന്ന പാശ്ചാത്യ ദേശത്ത് പോയിട്ട് അവിടെ ഉള്ള മ്ലേച്ഛാസ്, യൗവനാസ്, തമോ ഗുണത്തിലിരിക്കുന്ന ആൾക്കാർ, തമോ രജോ ഗുണത്തിലിരിക്കുന്ന ആൾക്കാരെ കൃഷ്ണഭക്തി കൊടുക്കാൻ വലിയ പ്രയാസമാണ്. അപ്പൊ അങ്ങനത്തെ വ്യക്തികളുടെ ഇടയ്ക്ക് പ്രഭുപാദ് ഇറങ്ങി ചെന്നിട്ട് ഇതേ ഫിലോസഫി അപ്പൊ ആൾക്കാർ പലപ്പോഴും പ്രഭുപാദിന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയൊന്നും പഠിപ്പിച്ചാൽ മനസ്സിലാക്കില്ല സ്വാമിജി, കുറച്ചൊക്കെ അവർക്ക് വേണ്ടിയിട്ട് വെട്ടുവീഴ്ചയൊക്കെ ചെയ്യണം. നോൺ വെജ് ഒക്കെ അവർ സ്ഥിരമായിട്ട് കഴിക്കുന്നതല്ലേ, അത് അവർക്ക് ഇതാണ് അവരുടെ കൾച്ചർ, പക്ഷെ നമുക്ക് ആധ്യാത്മികം പഠിപ്പിച്ചാൽ മതി എന്ന്. പക്ഷെ പ്രഭുപാദ് പറയും, ഇല്ല, ഐ വിൽ നോട്ട് ചേഞ്ച് മൈ ഫിലോസഫി ഫോർ ദിസ് അമേരിക്കൻസ്. ഈ അമേരിക്കക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഫിലോസഫി മാറ്റില്ല എന്ന് പ്രഭുപാദ് ഉറപ്പിച്ചു. കാരണം അത് മാറ്റിയാൽ പിന്നെ ഒന്നുമില്ല. ആ തത്വങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ, ആ പ്രിൻസിപ്പിളെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. പിന്നെ എന്തിനാ ആധ്യാത്മികം കൊടുക്കണം? അവര് ഭൗതികമായിട്ട് മൃഗങ്ങളെ പോലെ ജീവിക്കും. പക്ഷെ പ്രഭുപാദ് വളരെ സ്ട്രോങ് ആയിട്ട് ആ പ്രിൻസിപ്പിൾ മാറ്റാതെ അവരെ കൊണ്ട് ചെയ്യിച്ചു. അതുകൊണ്ടാണ് ലോകം മുഴുവനും ആൾക്കാരത് സ്വീകരിച്ചത്. അപ്പോ ഒരു വ്യക്തിക്ക് ഈ ജ്ഞാനമില്ലാത്തത് കൊണ്ട് അവരാരെപ്പോലെ ജീവിക്കുന്നു? മൃഗത്തിനെ പോലെ ജീവിക്കുന്നു. ആ ജ്ഞാനം കൊടുക്കാനുള്ള മാർഗം പ്രഭുപാദ് എന്ത് ചെയ്തു? ലോകം മുഴുവനും സ്ഥാപിച്ചു. അതിൽ കൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. ശരിക്കും ആലോചിച്ച് നോക്കിയാല് ഇത്തരത്തിൽ നമുക്കൊരു ഫിലോസഫി വേറെ ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇസ്കോണിൽ മാത്രമാണ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നത്. ആ ജ്ഞാനം കിട്ടുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ഓരോന്നായിട്ട് ഫോളോ ചെയ്തും തുടങ്ങും. ജപിക്കണം, ചിട്ടയോടി ജപിക്കണം, ഭഗവത്ഗീത വായിക്കണം, ഇങ്ങനെ തന്നെ ജീവിതം ഉണ്ടാകണം എന്ന് നമുക്ക് ആ ജീവിതത്തിൽ ഒരു ക്രമമൊക്കെ കൊണ്ടുവരണം. അപ്പൊ ഇത് എങ്ങനെയാ നമുക്ക് കിട്ടിയത്? എങ്ങനെയാ നമുക്ക് അത് ആ ഒരു അവസരം കിട്ടിയത്? അതിന് പ്രഭുപാദിന്റെ അനുഗ്രഹം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത പാരഗ്രാഫ് ആരെങ്കിലും വായിക്കാം? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഭക്തിയോഗം പൂർണ്ണതയിലെത്തണമെങ്കിൽ അവൻ നടത്തുന്ന ഭക്തി സേവനം ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശാനുസരണമായിരിക്കണം. അവനവന്റെ പ്രവർത്തന പരിധി സങ്കുചിതമാക്കണം എന്നല്ല ഇപ്പറഞ്ഞതിനാൽ കൃഷ്ണൻ സർവത്ര വ്യാപിച്ചിരിക്കുന്നവനാണ്. ആകയാൽ കൃഷ്ണനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ തന്നെ പറഞ്ഞിരിക്കുന്നു, മയാ തതമിതം സർവം ജഗതവ്യക്തമൂർത്തിന മത്താനി സർവഭൂതാനി നാഥാഹം കേശവസ്ഥിതഃ. എന്റെ അവ്യക്തമായ രൂപത്തിൽ ഞാൻ ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു. എല്ലാ ഭൂതങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു, എന്നാൽ ഞാൻ അവയിലൊന്നിലുമില്ല. തന്റെ എല്ലാ കർമ്മങ്ങളും ഒരു യഥാർത്ഥ ഗുരുവിന്റെ ഉപദേശാനുസാരം കൃഷ്ണസേവനത്തിന് അനുഗുണമാക്കി തീർക്കണം. ഒരു ഉദാഹരണം പറയാം. ഞാൻ ഇപ്പോൾ ഡിക്ടാഫോൺ അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫി യന്ത്രം ഉപയോഗിച്ചു വരുന്നുണ്ടല്ലോ. സാമാന്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന എഴുത്തുകാർക്കും വ്യാപാരികൾക്കും പ്രയോജനപ്പെടുവാനാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഭഗവാന്റെ സേവനത്തിന് ഇത് ഉപകരിക്കണമെന്ന് തീർച്ചയായും ആരും ഉദ്ദേശിച്ചിരിക്കയില്ല. എന്നാൽ ഈ സ്റ്റെനോഗ്രാഫി യന്ത്രം ഇന്ന് കൃഷ്ണാവബോധ സാഹിത്യം എഴുതുന്നതിന് നാം ഉപയോഗിക്കുന്നു. സ്റ്റെനോഗ്രാഫി യന്ത്രത്തിന്റെ നിർമ്മാതാവ് പൂർണ്ണമായും കൃഷ്ണശക്തിയിൽ വർത്തിക്കുന്നവനാണല്ലോ. ഈ യന്ത്രത്തിന്റെ ഇലക്ട്രോണിക് പ്രവർത്തനം വരെയുള്ള എല്ലാ ഭാഗങ്ങളും 5 തരം ഭൗതിക മൂലകങ്ങളുടെ വിവിധ രീതിയിലുള്ള സംയോജന
പ്രതിപ്രവർത്തനങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവയത്രേ അഞ്ച് മൂലകങ്ങൾ. ഈ യന്ത്രത്തിന്റെ ഉപജ്ഞാതാവ് സങ്കീർണമായ ഇതിന്റെ സൃഷ്ടിക്ക് വേണ്ടി തന്റെ ബുദ്ധി ഉപയോഗിച്ചു. പക്ഷേ ഈ ബുദ്ധി വൈഭവവും യന്ത്രഭാഗങ്ങളുമെല്ലാം കൃഷ്ണൻ നൽകിയിട്ടുള്ളതാണ്. കൃഷ്ണന്റെ പ്രസ്താവനയനുസരിച്ച് എല്ലാം എന്റെ ശക്തിയെ ആശ്രയിച്ചിരിക്കുന്നു. മറ്റാനി സർവഭൂതാനി. അങ്ങനെയിരിക്കെ ഒരു യഥാർത്ഥ ഭക്തന് അറിയാം ഒരു വസ്തുവും കൃഷ്ണനിൽ നിന്ന് സ്വതന്ത്രമല്ല എന്നും തന്മൂലം എല്ലാം കൃഷ്ണസേവനത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കണം എന്നും. കൃഷ്ണാവബോധത്തോടുകൂടി ബുദ്ധിപൂർവം നടത്തുന്ന പ്രയത്നത്തെ ഉത്സാഹം എന്ന് പറയുന്നു. എല്ലാം ഭഗവത് സേവനത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തവണ്ണം മാർഗങ്ങൾ ശരിപ്പെടുത്തുവാൻ ഭക്തന്മാർക്കറിയാം. നിർബന്ധ കൃഷ്ണസംബന്ധി യുദ്ധം വൈരാഗ്യമുറ്റത്. ഭക്തിയുടെ സേവനം അലസമത്തിലിരുന്നു കൊണ്ടുള്ള ദാനമല്ല, ഭക്തിയുടെ ആത്മീയ ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രായോഗിക പ്രവർത്തനമാണ്. പ്രവർത്തനങ്ങളെല്ലാം ക്ഷമയോടുകൂടി ചെയ്യേണ്ടതാണ്. കൃഷ്ണാവബോധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഒരിക്കലും അക്ഷമ കാണിക്കരുത്. ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനം ഒരാൾ ഒറ്റയ്ക്ക് തുടങ്ങിയതാണ്. ആരംഭത്തിൽ അനുകൂല പ്രതികരണം ഉണ്ടായില്ല. എന്നാൽ ഞങ്ങൾ വളരെ ക്ഷമയോടുകൂടി ഭക്തിയുടെ സേവനം തുടർന്ന് ചെയ്തുകൊണ്ടേയിരുന്നു. ക്രമത്തിൽ ജനങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിന്റെ മഹത്വം അറിയുവാൻ ഇടയായി. ഇപ്പോൾ അവർ അതീവ താല്പര്യത്തോടെ പങ്കെടുക്കുന്നു. ഭക്തി സേവനാനുഷ്ഠാനത്തിൽ അക്ഷമയ്ക്ക് സ്ഥാനമില്ല. ഗുരുവിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഗുരുവിലും കൃഷ്ണനിലും സമർപ്പണ ബുദ്ധിയോടുകൂടി അവർ ചെയ്തു തീർക്കണം. കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾ വിജയകരമായി നിർവഹിക്കുന്നതിന് ക്ഷമയും ആത്മവിശ്വാസവും വേണം. നവവധുവായ സ്ത്രീ ഭർത്താവിൽ നിന്ന് സന്തതിയെ സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ അത് ലഭിക്കണമെന്ന് അവർക്ക് ആശിക്കുവാനാവില്ല. വിവാഹം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് അവർക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അതോടൊപ്പം സന്തതി ഗർഭത്തിൽ വളരുമെന്നും യഥാസമയം ജനിക്കുമെന്നും വിശ്വസിച്ചുകൊണ്ട് അവൾ തന്റെ ഭർത്താവിന് സമർപ്പിക്കുന്നു. അതുപോലെയാണ് ഭക്തിയുടെ സേവനത്തിന്റെ കാര്യവും. അവിടെ ആത്മസമർപ്പണം എന്നതിന് പൂർണ്ണ വിശ്വാസം എന്നാണ് അർത്ഥം. ആവശ്യം വ്യക്തിയുടെ കൃഷ്ണ, അതായത് കൃഷ്ണൻ തന്നെ നിശ്ചയമായും എത്തിക്കുമെന്നും ഭക്തിയുടെ സേവനം നിർവിഘ്നം വിജയപ്രദമായി നടത്തുന്നതിന് വേണ്ട സഹായം തനിക്ക് നൽകുമെന്നും ഭക്തൻ വിചാരിക്കുന്നു. ഇതാണ് വിശ്വാസം. അടുത്ത വായിക്കുന്നത് ഹരേ കൃഷ്ണ. മതി ബ്രോ, താങ്ക് യു. ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രോ മ്യൂട്ട് ചെയ്തോളൂ. അപ്പോൾ ഒരു ഭൗതിക ലോകത്തിൽ നിന്ന് നമ്മൾ തിരിച്ച് ആധ്യാത്മിക ലോകത്ത് പോകണമെങ്കിൽ നമുക്ക് ഈ ജ്ഞാനം വേണം. ഈ ജ്ഞാനം തരാനായിട്ട് ആര് വേണം? ഇതിനൊരു ആധ്യാത്മിക ഗുരു വേണം. ഇനി അദ്ദേഹം ആ ജ്ഞാനം തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിനെ ഫോളോ ചെയ്യണം. അത് എങ്ങനെ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്സാഹമില്ലാതെ നമുക്കതിനെ ഫോളോ ചെയ്യാൻ പറ്റില്ല. ഒരാൾക്ക് ഒരു എൻത്യൂസിയാസം ഇല്ലാതെ, ഉത്സാഹമില്ലാതെ ആ വ്യക്തിക്ക് ഒന്നും നേടാൻ സാധിക്കില്ല. അത് ആധ്യാത്മികം മാത്രമല്ല, ഭൗതികമായിട്ടും നമുക്ക് നേടാൻ പറ്റില്ല. ഒരു പാട്ട് പഠിക്കണം, നമ്മളൊരു പാട്ടുകാരനാകണമെങ്കിൽ എന്ത് വേണം? സാധന ചെയ്യണം. എങ്ങനെ? ചിട്ടയോടി സാധന ചെയ്യണം. അങ്ങനെ സാധന ചെയ്യാതെ നമുക്ക് എന്തായിട്ട് മാറാൻ പറ്റില്ല? ഒരു പാട്ടുകാരനാകാൻ. ഒരു ഡാൻസുകാരനാകണമെങ്കിൽ നമുക്കത് ചെയ്യണം. ഒരു ബിസിനസ്സിൽ സക്സസ്ഫുള്ളി നമുക്ക് മുന്നിൽ വരണമെങ്കിലും നമുക്ക് എന്ത് വേണം? എൻത്യൂസിയാസം വേണം, ഉത്സാഹം വേണം. അപ്പോ ഇത് ഇല്ലാതെ എങ്ങനെ നമുക്ക് മുന്നേറാൻ സാധിക്കും? അപ്പൊ ഭൗതിക ലോകത്ത് പോലും അത് വേണമെങ്കിൽ ആധ്യാത്മിക കാര്യത്തിൽ തീർച്ചയായും ഉത്സാഹമില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ പറയാണ് അവിടെ ഗവൺമെന്റ് ഇത്രയും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു റേഷനിൽ തന്നെ ആയിക്കോട്ടെ, അവിടെ കുറെ സാധനങ്ങളൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഈ 5 ദിവസം കൂടെ ഉണ്ട്, അത് കൊടുക്കുന്നു എന്ന് പറയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് നാളെ പോവാം, മറ്റന്നാൾ പോവാം, അതിന്റെ അടുത്ത ദിവസം പോവാം, ഇനിയും ഉണ്ടല്ലോ ഒരു 24 മണിക്കൂർ ഉണ്ടല്ലോ, ഒരു ദിവസം കൂടെ ഉണ്ടല്ലോ, ആ സമയത്ത് പോയി മേടിക്കാം, അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം പോയി മേടിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ വൈകുന്നേരം പോകുമ്പോൾ അവർ പറയും സാധനമെല്ലാം തീർന്നു എന്ന് പറയും. അപ്പോ ഒരാള് ഫസ്റ്റ് തന്നെ മേടിച്ചു, ഒരാൾക്ക് കിട്ടിയില്ല, ലാസ്റ്റ് മിനിറ്റിൽ പോയപ്പോ സാധനം തീർന്നു പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ആർക്കാണ് ഉത്സാഹമുള്ളത് അവർക്കത് കിട്ടും. അതേപോലെ ആധ്യാത്മിക ജ്ഞാനം ഗുരു തരും. തന്നാൽ
ഉത്സാഹത്തോടു കൂടി അത് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ കീർത്തനം ചെയ്യണം, ശ്രവണം ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഉത്സാഹമില്ലാതെ ഡിവോഷണൽ സർവീസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും നമുക്ക് ഇല്ലാത്തത് അതാണ്. എന്താണ്? ആലസ്യം വ്യപനീയ ഭക്തി സുലഭം എന്നാണ് പറയുന്നത്. ആലസ്യം ഉണ്ടെങ്കിൽ ഭക്തി കിട്ടില്ല. ആലസ്യം കളഞ്ഞാലോ വ്യപനീയ ഭക്തി സുലഭം. എങ്കിൽ ഭക്തി സുലഭമായിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ മടി ഉണ്ടെങ്കിൽ, തമോ ഗുണത്തിലാണെങ്കിൽ നമുക്ക് ആ ഭക്തി ചെയ്യാൻ സാധിക്കില്ല. നമ്മളിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എത്രത്തോളം സാധന കുറയ്ക്കുമോ നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കും. നമുക്കൊരു മടുപ്പ് അല്ലെങ്കിൽ ഒരു സന്തോഷമില്ലായ്മ ഇതെല്ലാം നമുക്ക് ഉണ്ടാകും. പക്ഷെ എത്ര എന്തൂസിയാസത്തോടു കൂടി നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, അത്രയും എനർജി ആയിട്ട് എന്താ പറയാ ഹാപ്പി ആയിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് എന്താണ് വേണ്ടത്? അത് തീർച്ചയായും ചെയ്യണമെന്ന് പറയാം. അപ്പോ എല്ലാ വസ്തുക്കളും ഉണ്ട് ഇവിടെ. ഈ വസ്തുക്കളെല്ലാം നമുക്ക് ഉണ്ടെങ്കിൽ അത് കൃഷ്ണാബോധത്തിലും യൂസ് ചെയ്യാം, മെറ്റീരിയൽ ആയിട്ടും യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു മൈക്രോഫോൺ ഉണ്ടെങ്കിൽ, ഒരു മൈക്ക് ഉണ്ടെങ്കിൽ, ഈ മൈക്ക് വെച്ചുകൊണ്ട് നമുക്ക് പാട്ട് പാടാം, സിനിമ പാട്ട് പാടാം, രാഷ്ട്രീയം സംസാരിക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രചൽപ്പ എന്ന് പറയുന്ന രീതിയിൽ എന്ത് വേണമെങ്കിലും നമുക്ക് അതിന് ആ മൈക്കിനെ യൂസ് ചെയ്യാം. അല്ല, ആ മൈക്കിനെ യൂസ് ചെയ്തുകൊണ്ട് കൃഷ്ണനെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്യാം, കൃഷ്ണന്റെ നാമകീർത്തനം ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. അപ്പോ നമുക്ക് ഭൗതികമായ ഒരു വസ്തു കിട്ടിയാലും ഉത്സാഹത്തോടു കൂടി അതിനെ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് ചോദിച്ചാൽ കൃഷ്ണാവബോധത്തിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രയോജനപ്പെടില്ല. ഓക്കെ. അതേപോലെ എല്ലാ ഇന്റലിജന്റും ആര് തന്നെയാണ് തന്നിരിക്കുന്നത്? ഭഗവാൻ തന്നെയാണ് തന്നിരിക്കുന്നത്. ഭഗവാൻ തരാത്തത് ഒന്നുമില്ല. ഒരാൾ ഒരു സാധനം ഭൗതിക ലോകത്തിൽ വെച്ച് കണ്ടുപിടിച്ചുവെങ്കിലും അതിന്റെ ഇന്റലിജന്റ് ആരാ, ബുദ്ധി ആരാ തന്നത്, ബ്രെയിൻ ആരാ തന്നിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഭഗവാനാണ് തന്നിരിക്കുന്നത്. പക്ഷെ ഭഗവാൻ എല്ലാം തന്നിരുന്നാലും അത് ഭഗവത് സേവനത്തിൽ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. അത് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഉത്സാഹത്തോടു കൂടി നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് ക്ഷമയും വേണം. ഒരു കാര്യം ചെയ്യുമ്പോൾ ക്ഷമ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒന്നും നേടാൻ പറ്റില്ല. പ്രഭുപാദ് ഇവിടെ ഒരു എക്സാമ്പിൾ പറയാണ്. ഒരു വിവാഹം കഴിച്ചിട്ട് ഒരു പെൺകുട്ടി ചോദിക്കുകയാണ് എന്താണ് എന്ന് ചോദിച്ചാൽ, ആ പെൺകുട്ടി വിവാഹം കഴിക്കുമ്പോൾ തന്നെ പെണ്ണുങ്ങൾക്ക് ഒരു നേച്ചറുണ്ട്, കുട്ടികൾ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഭർത്താവിന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് കുട്ടികൾ ഉണ്ടാകണം, എനിക്ക് ഇപ്പൊ കുട്ടി വേണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. കുട്ടികൾ ഉണ്ടാകണമെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. എത്ര മാസം വെയിറ്റ് ചെയ്യണം? 10 മാസം വെയിറ്റ് ചെയ്താൽ മാത്രമേ ആ കുട്ടി വളർന്ന് പുറത്ത് കിട്ടത്തുള്ളൂ. അപ്പോ ഒരു ക്ഷമ ഇല്ലാതെ നമുക്ക് കാര്യം നടക്കില്ല. ചിലര് പ്രാക്ടീസ് ചെയ്യും, വീണു പോകും, ഫാൾ ഡൗൺ ആകും. ഫോർ എക്സാമ്പിൾ, ഒരാള് നോൺ വെജ് കഴിക്കാൻ ഭയങ്കര ടെംപ്ടേഷൻ ഉള്ള വ്യക്തിയാണ്, അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ഉള്ളിലൊരു താല്പര്യം ഉണ്ട്, വെജിറ്റേറിയൻ ആകണം, കൃഷ്ണഭക്തി പ്രാക്ടീസ് ചെയ്യണം, അവരെ പോലെ എനിക്ക് നന്നായിട്ട് പ്രാക്ടീസ്, ഇതൊക്കെ താല്പര്യം ഉള്ളിലുണ്ട്. പക്ഷെ അവർക്ക് പറ്റുന്നില്ല. ഓരോ പ്രാവശ്യം ഫെയിലിയർ ആകുന്നുണ്ട്. അവർ ചിലപ്പോൾ ഒരാഴ്ച അങ്ങനെ കടുംപിടിത്തത്തിൽ അങ്ങനെയൊക്കെ ഒരു കൺട്രോൾഡ് ആയിരിക്കും. പിന്നെ എവിടെയോ ഒരു യാത്ര പോയി എല്ലാവരും കഴിക്കുന്നത് കണ്ട് ഒരു ടെംപ്ടേഷൻ വരും, അവർ ബ്രേക്ക്. അപ്പോൾ അവർക്ക് ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവും. എനിക്ക് പറ്റിയില്ലല്ലോ, അവരൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്, എനിക്ക് മാത്രം സാധിച്ചില്ലല്ലോ എന്ന് വിചാരിക്കും. എന്നിട്ട് അവർ നെക്സ്റ്റ് അറ്റംപ്റ്റ് തിരിച്ചും അവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഒരിക്കൽ ശരി ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, ഇപ്രാവശ്യമെങ്കിലും കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ പിന്നെയും എന്താവും, ചിലവർ ഫോൾ ഡൗൺ ആവും. അവർക്ക് എന്താ പറ്റി, തിരിച്ചും പോയി ഏതോ ഒരു ടെംപ്ടേഷനിൽ പിന്നെയും വരിക. ഇങ്ങനെ 2-3 പ്രാവശ്യം ആകുമ്പോൾ അവർ തന്നെ വിചാരിക്കും ഇത് എനിക്ക് പറ്റിയ പണിയല്ല, ഈ ആധ്യാത്മികം ഒന്നും എനിക്ക് പറ്റിയ പണിയല്ല. അവർ വിചാരിക്കുകയാണ് മനസ്സിനകത്ത്. കാരണം ഒരു 2-3 അറ്റംപ്റ്റ് ചെയ്തിട്ടും അതിലെല്ലാം ഫെയിലിയർ ആയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ അവർ വിചാരിക്കുന്നത് എനിക്ക് അങ്ങനെയല്ല. എത്ര പ്രാവശ്യമായിരുന്നാലും ക്ഷമയോടി കൂടി അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അഭ്യാസേനത് കൗന്തെയ, പ്രാക്ടീസ് ചെയ്യാതെ തന്നെ കൃഷ്ണൻ പറയുന്നുണ്ട്. പക്ഷെ അവിടെ ക്ഷമ വേണം. ആധ്യാത്മികത്തിൽ അത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നുമേ നടക്കില്ല. അപ്പോ എന്ത് വേണം? ഉത്സാഹം വേണം. അതുപോലെ എന്താണ്, ധൈര്യ, ആ ക്ഷമ അത് ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ആധ്യാത്മികം പ്രാക്ടീസ് ചെയ്യണം. കാത്തിരിക്കണം, വെയിറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇനിയൊരു സംഭവം, നമ്മള് കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി, നമ്മുടെ വീട്ടിലെ ഹസ്ബൻഡ് ആയി കാണില്ല, അല്ലെങ്കിൽ മക്കളായി കാണില്ല. ചിലപ്പോ ഹസ്ബൻഡ് പ്രാക്ടീസ് ചെയ്യും, വൈഫ് പ്രാക്ടീസ് ചെയ്യില്ല. അപ്പൊ ഇവര് പോയിട്ട് നാമം ജപിക്കൂ, ടെമ്പിളിൽ വരൂ എന്നൊക്കെ പറയും, പ്രസാദം കഴിക്കൂ എന്നൊക്കെ പറയും. ഞാൻ പ്രസാദം വെച്ച് തരാന്ന് പറയും. എനിക്ക് പ്രസാദം ഒന്നും വേണ്ട,
എനിക്ക് ഇതേ കഴിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അല്ലെങ്കിൽ ടെമ്പിളിലോ എൻ്റെ കൂടെ ഒന്ന് വരുമോ, എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ അവിടെ നട വരെ കൊണ്ട് വിട്ടു തരാം, പക്ഷെ നീ പൊയ്ക്കോ എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമയോടി കാത്തിരിക്കണം. നട വരെ എന്നെ കൊണ്ട് വിടുന്നല്ലോ, അകത്ത് കയറിയില്ല എന്നാലും കുഴപ്പമില്ല. അവിടെ ഓരോ പ്രാവശ്യം എന്നെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുമ്പോഴും ആ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന വാതിലിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം വായിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഭുവിനെ കണ്ടിട്ട് ഹരേ കൃഷ്ണ പറയും, അകത്ത് കയറുന്നില്ല എന്നില്ല, അത് തന്നെ അദ്ദേഹത്തിന് ഭാഗ്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ക്ഷമയോടുകൂടി തീർച്ചയായും ഭഗവാൻ മാറ്റിത്തരും എന്നുള്ള വിശ്വാസമാണ്. അപ്പൊ ആ വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാം മാറും. എൻ്റെ മക്കളൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല, പക്ഷെ എനിക്ക് അവർ വരണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം ഭഗവാന്റെ. എന്തെങ്കിലും ഭഗവാനെ അവർക്കൊരു അനുഗ്രഹം കൊടുക്കണം, അവർ ഭക്തനായിട്ട് മാറണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലുണ്ട്, അവരുടെ ഹൃദയത്തിലുണ്ട്. നമ്മുടെ സിൻസിയർ ആയിട്ടുള്ള പ്രാർത്ഥന എന്താ? അവരുടെ ഹൃദയത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. ഒരു ദിവസം ഒരു പറയും, ഇത് ഞാനും വരാം, അല്ലെങ്കിൽ ഞാൻ നിർത്താം എന്നെല്ലാം അവർ പറയും. അതിനൊരു എക്സാമ്പിളാണ്, ഫോറിനിൽ ഒരു മഹാരാജ് ഉണ്ടായിരുന്നു. ഈ മഹാരാജ് അവരുടെ ഒരു ഡിസൈപ്പിൾ, ഒരു മാതാജി ഉണ്ടായിരുന്നു. ഈ മാതാജിയുടെ ഹസ്ബൻഡ് ഫോറിനറാണ്. അദ്ദേഹം എപ്പോഴും വെള്ളം അടിയാണ്, ഫുള്ളി ഡ്രങ്കേർഡാണ്. അപ്പോ ഈ പുള്ളി എപ്പം വെള്ളം അടിച്ചിട്ട് വീട്ടിൽ ബഹളവും പ്രശ്നവും ഒക്കെയാണ്. അപ്പൊ ഈ മാതാജി വന്നിട്ട് അവര് ദീക്ഷ എടുത്തു. പക്ഷെ ഹസ്ബൻഡ് ദീക്ഷയ്ക്കൊന്നും അവർക്കൊന്നും വലുതായിട്ട് അറിയില്ല, എന്തോ എടുത്തു എന്ന് പറഞ്ഞിട്ട് വിട്ടു. പക്ഷെ എന്നാലും വീട്ടിൽ നോൺ വെജ് ഇതെല്ലാം ഇവർക്ക് ടോളറേറ്റ് ചെയ്യണം. ഇവർ ചെന്ന് ഗുരു മഹാരാജിന്റെ അടുത്ത് പറയാണ്, ഗുരു മഹാരാജ് എനിക്ക് സാധിക്കുന്നില്ല, എത്ര ഞാൻ ശ്രമിച്ചിട്ടും ശരി തന്നെ, അദ്ദേഹത്തിന് പ്രസാദം കൊടുത്താൽ വാങ്ങിച്ച് കഴിക്കുന്നില്ല ഞാൻ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയെങ്കിലും ഞാനൊരു ഭഗവാന്റെ കാരുണ്യം കൊടുക്കാന്ന് വിചാരിച്ചു. ഭഗവത്ഗീത കണ്ടാൽ തന്നെ അതിനെ മാറ്റിക്കളയും, അല്ലെങ്കിൽ തട്ടിക്കളയും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോ മഹാരാജ് പറഞ്ഞു, ശരി, ഏതെങ്കിലും ഒരു രീതിയിൽ ആ വ്യക്തിക്ക് കാരുണ്യം കൊടുക്കണം. അത് കൊടുത്താൽ അത് തീർച്ചയായും അത് റിസൾട്ട് ഉണ്ടാകും. അപ്പൊ ഞാൻ എങ്ങനെ കൊടുക്കും? നാമം ജപിക്കുന്നത് എന്റെ ശബ്ദം കേട്ടാൽ നിർത്താൻ പറയും, ബഹളം വയ്ക്കും. ഞാൻ ഭഗവത്ഗീത ഫ്രണ്ടിൽ കാണട്ടെ എന്ന് പറഞ്ഞാൽ എടുത്ത് തട്ടിക്കളയും. അല്ല, അദ്ദേഹത്തിന് ഒരു പ്രസാദമെങ്കിലും സ്വീറ്റ് കൊണ്ട് കൊടുത്താൽ അതെങ്കിലും വാങ്ങിച്ചു കഴിക്കുക, സ്വീറ്റ്സും കഴിക്കില്ല. അപ്പൊ എങ്ങനെ ഞാൻ കൊടുക്കും? അപ്പൊ മഹാരാജ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഭഗവാൻ അഭിഷേകം ചെയ്ത ചരണാമൃതമാണ്, ഈ ചരണാമൃതം ആഹാരത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോ അവരറിയില്ല, ഒന്നുമേ അറിയില്ല, പക്ഷെ ഭഗവാന്റെ അനുഗ്രഹം പുള്ളിക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ മാതാജി പറഞ്ഞു, ഓക്കെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവര് വലിയ ഉത്സാഹത്തോടു കൂടി അവര് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പൊ ഇനിയൊരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ പ്രാക്ടീസിൽ ഒരിക്കലും തടസ്സം വരരുത്, അതെല്ലാം നന്നായിട്ട് ചെയ്താൽ തന്നെ നിങ്ങളുടെ പ്രശ്നം തീർക്കാൻ വേണ്ടി ഭഗവാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന് മഹാരാജ് പറഞ്ഞു. അപ്പൊ നമ്മുടെ ആധ്യാത്മിക കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുമെങ്കിൽ ഇനി ഒരാൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല. പക്ഷെ നമ്മുടെ സാധനങ്ങളിലെല്ലാം പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക് അതിന്റെ ഡിസ്റ്റർബൻസ് നമുക്ക് ഉണ്ടാകും. അപ്പൊ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ആ ഡിസൈപ്പിളിന് പറഞ്ഞു കൊടുത്തു, നിന്റെ സാധനയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക, എന്നിട്ട് എങ്ങനെയെങ്കിലും അവർക്ക് ചരണാമൃതം കൊടുത്തു. അപ്പൊ ഇവരെന്ത് ചെയ്തു? ചരണാമൃതമൊക്കെ കൊടുത്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഒരു ദിവസം ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടിയെന്ന് പറഞ്ഞു, മഹാരാജ്, എന്റെ ഹസ്ബൻഡ് വെള്ളമടി നിർത്തി. അപ്പോ എപ്പോ നിർത്തി എന്ന് ചോദിച്ചു. അപ്പൊ മഹാരാജിന് ഭയങ്കര സന്തോഷം. എപ്പോ നിർത്തി? അത് ഒരു മാസമായിട്ട് അടിച്ചില്ല. അതെ, ഒരു മാസം. അപ്പൊ പറയാത്തത്, അല്ല ഞാൻ വെയിറ്റ് ചെയ്തു, ചിലപ്പോ 2 ദിവസം കഴിഞ്ഞ് തിരിച്ച് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഇല്ല, മൊത്തത്തിൽ നിർത്തി എന്ന് പറഞ്ഞു. അപ്പൊ എന്താ സംഭവിച്ചത്? നീ എന്താ ചെയ്ത്? ഞാൻ മഹാരാജ് പറഞ്ഞതുപോലെ ചരണാമൃതം കൊടുത്തു. ചരണാമൃതം കൊടുത്തു. എങ്ങനെ കൊടുത്തു? ഡയറക്റ്റ് കൊടുത്ത കുടിക്കില്ലല്ലോ. അപ്പൊ എങ്ങനെ കൊടുത്തു? ഞാൻ ഡെയിലി അദ്ദേഹം കുടിക്കുന്ന ചാരായത്തിൽ ലിക്കറിനകത്ത് ഒഴിച്ചു കൊടുത്തു എന്ന് പറയും. മഹാരാജ് ഷോക്കായി പോയി. ആലോചിച്ച് നോക്ക്, അവർക്ക് കൊടുത്ത ചാരായത്തിനകത്ത് എന്ത് ഒഴിച്ചു കൊടുത്തു? ഇവർക്ക് ചരണാമൃതം എങ്ങനെ കൊടുക്കണം എന്ന് പോലും അറിയില്ല, ചരണാമൃതം എത്ര റെസ്പെക്ട് ചെയ്യണം എന്ന് പോലും ഇല്ല. പക്ഷെ അവരുടെ ഫെയ്ത്ത് ഉണ്ടായിരുന്നു, ആ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. എന്റെ ഗുരു പറഞ്ഞു, ഈ ശരണാമൃതം ഈ വ്യക്തിയിൽ മാറ്റം ഉണ്ടാക്കും എന്ന് അവർക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു, ക്ഷമ ഉണ്ടായിരുന്നു, ദേഷ്യപ്പെടാതെ കാത്തിരുന്ന് അവർ കൊടുത്തു. അത് ഒരു കാരണവുമില്ലാതെ സഡൻലി അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി മുതൽ എടുക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം വലിയ ഭക്തനായിട്ട് തന്നെ മാറി. അപ്പൊ ഇവിടെ നമ്മള് ആചാര്യാസ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്. എന്താണ്? ആധ്യാത്മിക കാര്യത്തിൽ ഉത്സാഹം വേണം, ക്ഷമയും വേണം. അങ്ങനെ കാത്തിരുന്നാൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. ഒരു പ്രഭുപാദ് പറയും, നല്ല നട്ട്സ്, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ കോക്കനട്ട് വന്നിട്ട് ഇട്ടാൽ ഉടനെ 2 ദിവസം കഴിഞ്ഞോ, ഒരാഴ്ച കഴിഞ്ഞോ, 1 മാസമോ കഴിഞ്ഞോ നമുക്ക് തേങ്ങ കിട്ടില്ല.
ആ മരം വളർന്ന് തേങ്ങ കിട്ടില്ല, അതിന് 5 വർഷം കാത്തിരിക്കണം അല്ലെ. ഇനി ബദാമിന്റെ ഒരു വിത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ മരം വലുതായി നമുക്ക് കിട്ടണമെങ്കിൽ അതിന് ചിലപ്പോൾ 10 വർഷം കാത്തിരിക്കണം. അപ്പോ നല്ല എന്താ പറയാ ക്വാളിറ്റി ഉള്ള നട്ട്സ് കിട്ടണമെങ്കിൽ നമ്മൾ അത്രയും കാത്തിരിക്കണം. അതേപോലെയാണ് ആധ്യാത്മികത്തിൽ നമുക്ക് നല്ലൊരു പ്രോഗ്രസ് വരണമെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് ഉണ്ടാവില്ല, അതിന് കാത്തിരിക്കണം, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം, എങ്കിൽ തീർച്ചയായും നമുക്ക് ആ സക്സസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അടുത്തത് വായിക്കണം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരും ആലസ്യം വെച്ചു പുലർത്തരുത്. തത്കർമ്മ പ്രവർത്തന വിഹിത കർമ്മ പ്രവർത്തനത്തിൽ ഉത്സാഹിയായി തന്നെ ഇരിക്കണം. വിഹിത കർമാനുഷ്ഠാനത്തിൽ വീഴ്ച വരുത്തിയാൽ അത് ഭക്തി സേവനത്തെ നശിപ്പിക്കും. ഈ കൃഷ്ണാബോധ പ്രസ്ഥാനത്തിൽ 4 പ്രധാന നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അവിഹിതമായ ലൈംഗികം, മാംസഭക്ഷണം, ചൂതാട്ടം, മദ്യസേവനം ഇപ്പറഞ്ഞവ പാടെ ഉപേക്ഷിക്കണം. ഭക്തൻ ഈ നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിൽ പ്രത്യേകം ഉത്സാഹിയായിരിക്കണം. ഇവയിൽ ഏതെങ്കിലും ഒന്ന് അനുസരിക്കാതിരുന്നാൽ മതി, അവന്റെ പുരോഗതിയെ അത് ബാധിക്കും. അതുകൊണ്ടാണ് തത്കർമ്മ പ്രവർത്തനാത് വൈദിക ഭക്തിക്ക് നിർദ്ദേശിച്ചിട്ടുള്ള നിയമങ്ങൾ കർശനമായി അനുസരിക്കണം എന്ന് ശ്രീല രൂപ ഗോസ്വാമി ഉപദേശിക്കുന്നത്. ഈ 4 നിയന്ത്രണങ്ങൾ അനുസരിക്കുന്നതിനു പുറമെ വിഹിതങ്ങളായ ചില നിയമങ്ങളും അനുസരിച്ചേ മതിയാവൂ. ജപമാലയിൽ ദിവസേന 16 വട്ടം ജപിക്കുക എന്നത് ഈ നിയമങ്ങളിൽ ഒന്നാണ്. ഈ യമനിയമങ്ങൾ ശ്രദ്ധയോടും ഉത്സാഹത്തോടും കൂടി ഭക്തൻ അനുസരിക്കണം. ഇതിനെയാണ് തത്കർമ്മ പ്രവർത്തന എന്ന് പറയുന്നത്. അവ ഭക്തിയുത സേവനത്തിൽ ഉൾപ്പെടുന്ന വിവിധ പ്രവർത്തനങ്ങളാണ്. ഭക്തിയുത സേവനത്തിൽ സാഫല്യം ഉണ്ടാകുന്നതിന് ദുർജന സംസർഗം ഉപേക്ഷിക്കേണ്ടതാണ്. കർമ്മികളും ജ്ഞാനികളും യോഗികളും മറ്റ് അഭക്തന്മാരും ഇവരിൽ ഉൾപ്പെടുന്നു. ഒരിക്കൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരിൽ ഒരാൾ വൈഷ്ണവർ അനുഷ്ഠിക്കേണ്ട സാമാന്യ പ്രവർത്തനങ്ങളെ കുറിച്ചും വിഷ്ണു ഭക്തിയുടെ സാമാന്യ തത്വങ്ങളെ കുറിച്ചും ചോദിക്കുകയുണ്ടായി. ശ്രീ ചൈതന്യ മഹാപ്രഭു ഉടനെ പറഞ്ഞു, അസത് സംഗത്യാഗം എന്ന്, വൈഷ്ണവാചാര എന്ന്. ലൗകിക ജനങ്ങളോട് അഥവാ അഭക്തന്മാരോട് സംസർഗം ചെയ്യാതിരിക്കുന്നവനാണ് ലക്ഷണമൊത്ത വൈഷ്ണവൻ. താണ്ടേര ചരണ സേവി ഭക്ത സനേവാസ എന്നാണ് ശ്രീല നരോത്തമദാസ് ഠാക്കൂർ പ്രസ്താവിച്ചിരിക്കുന്നത്. കൽമഷമില്ലാത്ത ഭക്തന്മാരുടെ സമ്പർക്കത്തിൽ ജീവിക്കണം. പൂർവാചാര്യന്മാരായ 6 ഗോസ്വാമിമാർ നിശ്ചയിച്ചിട്ടുള്ള യമനിയമങ്ങൾ അനുസരിക്കുകയും വേണം. ശ്രീ രൂപ ഗോസ്വാമി, ശ്രീ സനാതന ഗോസ്വാമി, ശ്രീ ജീവ ഗോസ്വാമി, ശ്രീ രഘുനാഥ ഭട്ട ഗോസ്വാമി, ശ്രീ ഗോപാല ഭട്ട ഗോസ്വാമി, ശ്രീ രഘുനാഥ ദാസ ഗോസ്വാമി എന്നിവരാണ് 6 ഗോസ്വാമിമാർ. ഭക്തന്മാരുടെ സംഘത്തിൽ ചേർന്ന് ജീവിക്കുമ്പോൾ അഭക്തരുമായി കൂടിക്കഴിയേണ്ട അവസരമേ ഉണ്ടാവുകയില്ല. അഭക്തന്മാരുടെ കൂടെ കഴിയുന്നതിനും ആധ്യാത്മിക ജീവിതത്തിന് അനുഗുണങ്ങളായ യമനിയമങ്ങൾ പരിശീലിക്കുന്നതിനും ജനങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നതിനുമായിട്ടാണ് കൃഷ്ണബോധ സമിതി അനവധി കേന്ദ്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്തി സേവനം എന്നതിന് ഈശ്വരപരങ്ങളായ കർമ്മങ്ങൾ ചെയ്യുക എന്നാണ് അർത്ഥം. അത്തരം കർമ്മങ്ങളുടെ തലത്തിൽ ത്രിവിധ ഭൗതിക ഗുണങ്ങൾ കൊണ്ടുള്ള മാലിന്യമില്ല. രജസ്, തമസ് എന്നീ ഗുണങ്ങൾ കൊണ്ടുള്ള കൽമഷം ബാധിക്കാത്ത നന്മയുടെ അഥവാ വിശുദ്ധ സത്വത്തിന്റെ തലമാണ് ഇത്. കൃഷ്ണബോധ പ്രസ്ഥാനത്തിൽപ്പെട്ടവരെല്ലാം പ്രഭാതത്തിൽ 4 മണിക്ക് എഴുന്നേറ്റ് പ്രഭാത പൂജയായ മംഗളാരതിയിൽ പങ്കെടുത്ത് ഭാഗവത പാരായണം, കീർത്തനം മുതലായവയുള്ള കർമ്മങ്ങൾ മുടങ്ങാതെ ചെയ്യണമെന്നാണ് നമ്മുടെ നിർദ്ദേശം. ഇപ്രകാരം അനുദിനം 24 മണിക്കൂർ വീതം നാം ഭക്തിയുത സേവനത്തിൽ കഴിയണം. സദോവൃത്തി എന്നാണ് ഇതിന് പറയുക. ജീവിതത്തിലെ ഓരോ നിമിഷവും പരിപൂർണമായ കൃഷ്ണബോധ പ്രവർത്തനം കൊണ്ട് ധന്യരായി തീർന്നിട്ടുള്ള പൂർവാചാര്യന്മാരുടെ കാൽപ്പാടുകൾ പിന്തുടരുക എന്നതാണ് അതിനർത്ഥം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പോൾ ആദ്യം 3 നോക്കി, ഉത്സാഹം നോക്കി, വിശ്വാസം നോക്കി, ക്ഷമ നോക്കി. ഇനി തത്തത് കർമ്മ പ്രവർത്തന എന്ന് പറയുന്നത്, അതായത് ഭക്തിയുത സേവനത്തിലെ അനുഗുണമായ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഭക്തിയുത സേവനത്തില് എന്താ പറയുന്ന വെച്ചാല് ചില കാര്യങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് നമ്മൾ ഫോളോ ചെയ്യണം.
അപ്പോ അങ്ങനെ നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിലും നമുക്ക് എന്ത് തടസ്സങ്ങളുണ്ടാവും? ഭക്തി വളരില്ല. അതായത് ചില കാര്യങ്ങള് നമ്മുടെ ആധ്യാത്മികത്തിന് തടസ്സം ഉണ്ടാക്കുന്നതാണ്. 4 യമനിയമങ്ങൾ എന്ന് പറയുമ്പോൾ നോ മീറ്റ് ഈറ്റിംഗ്, നോ ഇല്ലിസിറ്റ് സെക്സ്, നോ ഗാംബ്ലിംഗ്, നോ ഇൻടോക്സിക്കേഷൻ. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയാണ് ഭക്തിക്ക് തടസ്സം ഉണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാള് മത്സ്യമാംസങ്ങൾ കഴിക്കുമെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിലെ കാരുണ്യം നഷ്ടപ്പെടും. കാരുണ്യമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു ഭക്തനാവാൻ സാധിക്കില്ല. ആ വ്യക്തിക്കും ഭക്തി വളരില്ല. ആ വ്യക്തിക്ക് ഇനിയൊരാൾക്ക് കാരുണ്യം കൊടുക്കാനും സാധിക്കില്ല. കാരണം ഒരാൾ ഡെയിലി മൃഗത്തിനെ തിന്നുന്നത് കൊണ്ട്, വെട്ടി കൊന്ന് തിന്നുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ വെട്ടിക്കൊല്ലുന്നില്ല, വേറൊരാളാണ് അതിനെ കൊന്ന് നമുക്ക് തരുമെങ്കിലും അതിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കല്ല് പോലെയാവും. ഫസ്റ്റ് ടൈം ഒരു ബിച്ചർ ഷോപ്പില്, ഒരു കശാപ്പ് കടയില് ഒരാൾ വെട്ടയാണെങ്കിൽ, ഒരു മൃഗത്തിനെ വെട്ടയാണെങ്കിൽ അയാൾക്ക് അറപ്പുണ്ടാവും, അയാൾക്ക് വെട്ടാൻ പറ്റില്ല, പേടിയുണ്ടാവും, ആ ബ്ലഡ് കാണുമ്പോൾ ഒരു ഇതുണ്ടാവും. പക്ഷെ അയാൾ 1 ദിവസം 2 ദിവസം 3 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അറപ്പ് മാറും. പിന്നെ അയാൾ എന്താണ്, എത്ര വേണം, എങ്ങനെ വേണം, പട്ടാന്ന് എല്ലാവരുടെ ഫ്രണ്ടിൽ വെച്ച് വെട്ടും. കാരണം അയാളുടെ ഹൃദയം ഇപ്പൊ അയാൾ അറിയാതെ ഹാർഡായിട്ട് മാറും. അപ്പോ അങ്ങനെ ആ ആ ഹൃദയത്തിനകത്ത് ദയ എന്ന് പറയുന്ന കാര്യം അയാൾക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ശാസ്ത്രത്തിൽ പറയുന്നത് നോൺ വെജ് കഴിക്കരുത്. നോൺ വെജ് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അതിനൊരു റീസൺ. എന്ത് റീസണാണ്? ആ ഹൃദയത്തിൽ ദയ നഷ്ടപ്പെടുന്നത്. കലിയുഗത്തിലെ ആൾക്കാർ ഇത്രയും നോൺ വെജും ഇതൊക്കെ കഴിക്കുന്നത് കൊണ്ടാണ് അവരുടെ ഹൃദയം കല്ലുപോലെയാകും. ഒരു കാരുണ്യമില്ലാതെ അവർ പ്രവർത്തിക്കാനുള്ള കാരണം തന്നെ അതാണ്. തല്ലും, അടിക്കും, ആൾക്കാരെ ഒരു നീചമായിട്ട് സംസാരിക്കും. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്ത്? മൃഗങ്ങളെ കൊല്ലും, ഈവൻ സ്വന്തം ഭാര്യയെ കൊല്ലും, മക്കളെ കൊല്ലും, ഭർത്താവിനെ കൊല്ലുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ഹൃദയം അങ്ങനെ കല്ലുപോലെയാവും. ഭയങ്കര സോഫ്റ്റ് ആയിട്ട്. നമ്മൾ ഒരിക്കലും ഒരു കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് നമ്മളൊരു കശാപ്പ് കടയിൽ പോയിട്ട് അവിടെ വെട്ടുന്നത് കാണിക്കത്തില്ല. ഒരു മൃഗത്തിനെ കൊല്ലുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കില്ല. കാരണം അത് ആ കുട്ടിക്ക് വയലൻസി ഉണ്ടാകും. ഈവൻ നമ്മുടെ ഒരു കാർട്ടൂൺ ഫിലിം കണ്ടു കഴിഞ്ഞാൽ അതിൽ റെഡ് കളർ ബ്ലഡ് കാണിക്കില്ല, അതിൽ ബ്ലാക്ക് കളർ ആയിരിക്കും കാണിക്കുക. കാരണം ആ കളർ തന്നെ രജോ ഗുണത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഈ കുട്ടിക്ക് അതിനെ ആ മൈൻഡിൽ വരും എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമയിൽ പോലും അതിനെ ഒരു കുട്ടികൾക്കുള്ള സിനിമയ്ക്കകത്ത് ബ്ലാക്ക് കളറിലായിരിക്കും കാണിക്കുക, അല്ലെങ്കിൽ ഗ്രീൻ കളറിൽ. ഇങ്ങനെയൊക്കെയാണ് ബ്ലഡിന്റെ കളർ കാണിക്കുക. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് അങ്ങനെ എന്താണ് ഒരു വയലൻസ് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ ഒരു കുട്ടിയും കൊണ്ട് കാണിക്കില്ല. എന്നാൽ പാടത്തില് കൊയ്ത്ത് നടക്കും, അപ്പൊ നമ്മൾ കൊണ്ട് കാണിക്കുമ്പോ തന്നെ അത് കാണുമ്പോ തന്നെ ഭയങ്കര രസമായിരിക്കും. എല്ലാവരും പാട്ട് പാടിക്കൊണ്ട് രാവിലെ കൊയ്ത്ത് നടക്കും. അതിനെ കൊണ്ട് കാണുന്ന നമുക്കും സന്തോഷം ഉണ്ടാവും, അവർക്കും സന്തോഷം ഉണ്ടാവും. അപ്പോ വ്യത്യാസമുണ്ട് രണ്ടിലും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ശാസ്ത്രത്തില് എന്ത് ചെയ്യാൻ പാടില്ല, മൃഗങ്ങളെ കൊല്ലരുത്. ആ നിയമം നമ്മൾ ഫോളോ ചെയ്യണം, എങ്കിലേ ആധ്യാത്മികത്തിൽ നമുക്ക് പുരോഗതി ഉണ്ടാവുള്ളൂ. ഇനി മീറ്റ് ഈറ്റിംഗ് പാടില്ല. ഇൻടോക്സിക്കേഷൻ, ലഹരി പദാർത്ഥങ്ങള് കഴിച്ചാൽ, ഇപ്പൊ ഒരെണ്ണം ദയ നഷ്ടപ്പെട്ടു, ഇനി ലഹരി പദാർത്ഥങ്ങൾ കഴിച്ചാൽ നമുക്ക് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാല് നമുക്ക് ബോധം നഷ്ടപ്പെട്ടു. അപ്പൊ തപസ് നഷ്ടപ്പെടും. ഒരു തപസ് ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ ഓം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചിട്ട് കണ്ണും അടച്ച് ഭഗവാനെ മാത്രം ധ്യാനിക്കണം. വെള്ളമടിച്ച് വരുന്ന ഒരാൾക്ക് ഭാര്യ ആര്, മക്കളാര് എന്ന് പോലും തിരിച്ചറിയാത്ത ഒരു വ്യക്തിക്ക്, നാട്ടുകാരെ തിരിച്ചറിയാത്ത ഒരു വ്യക്തിക്ക് അയാൾക്ക് എങ്ങനെ ഇരുന്ന് തപസ് ചെയ്യാൻ പറ്റും? ആ വ്യക്തിക്ക് തപസ് ചെയ്യാൻ പറ്റില്ല. അപ്പോ അവിടെ തപശ്ചര്യ അയാൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ശാസ്ത്രത്തിൽ പറയുന്നത് ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യരുത്. അല്ലാതെ വെറുതെ അല്ല പറയുന്നത്. അപ്പൊ അതിനൊരു റീസൺ ഉണ്ട്. ഇനി അവിഹിതം കൊണ്ട് എന്ത് സംഭവിക്കും? മൃഗങ്ങളൊക്കെ അവർക്ക് എങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടോ? ഇപ്പൊ അതുകൊണ്ടാണ് നിയമങ്ങളൊക്കെ മാറി വരുന്നത്. ഒരു വൈഫ് ആരുടെ കൂടെ പോയിരുന്നാലും, എവിടെ പോയിരുന്നാലും, അല്ലെങ്കിൽ ഒരു ഭർത്താവ് എത്ര പേരുടെ കൂടെ പോയിരുന്നാലും ഒരു നിയമവും ഒരു റൂൾസ് ആൻഡ് റെഗുലേഷനും ഒന്നുമില്ല. അവരെ കോടതിയിൽ പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റില്ല, അവരെ ഫ്രീ ആയിട്ട് വിടാം. എന്തുകൊണ്ടെന്ന് വെച്ചാല് പഠിപ്പിക്കുന്ന ആൾക്കാർക്കും ഈ നോളജ് ഇല്ല, അല്ലെ? അപ്പോ മൃഗങ്ങൾക്ക് ഇങ്ങനെയല്ല. മൃഗങ്ങൾക്ക് കല്യാണം കഴിച്ചിട്ട് എന്റെ ഭാര്യ ഇത് മാത്രമാണ് അങ്ങനെയൊന്നുമില്ല. മൃഗങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, വേറൊരെണ്ണത്തിനെ കണ്ട അതിന്റെ കൂടെ പോകും, അപ്പുറത്ത് പോയാൽ അതിന്റെ വേറൊരെണ്ണത്തിന്റെ കൂടെ പോകും. അത് മൃഗത്തിന്റെ സംസ്കാരമാണ്. പക്ഷെ മനുഷ്യരുടെ സംസ്കാരം അങ്ങനെയല്ല. കല്യാണം കഴിച്ചാൽ ഇതാണ് എന്റെ ഭാര്യ, ഇവരിലാണ് എനിക്ക് കുട്ടികൾ ഉണ്ടാവുക എന്ന് അവര് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻ.
അപ്പോ അവിഹിത ബന്ധമുണ്ടായാൽ പരിശുദ്ധി നഷ്ടപ്പെടും. ഒരു കുഞ്ഞു കുട്ടിയെ കാണുമ്പോൾ അതിന് പരിശുദ്ധി ഉണ്ടാവും. ഒരു ചെറിയ കുഞ്ഞിനെ കാണുമ്പോൾ അതിന് ഈവൻ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളുടെ മക്കളായിരുന്നാൽ പോലും നമ്മൾ തലോടും, അല്ലെങ്കിൽ കണ്ണെങ്കിലും കാണിക്കും ആ കുട്ടിയെ കണ്ടിട്ട്. എന്തുകൊണ്ട്? അതിന്റെ പ്യൂരിറ്റി ഇസ് ദ ഫോഴ്സ് എന്ന് പറയും. അത് എങ്ങനെ നമ്മൾ അട്രാക്ട് ചെയ്യും. അപ്പോ ഈ പരിശുദ്ധി നഷ്ടപ്പെടും. ആർക്ക് നഷ്ടപ്പെടും? അവിഹിതം ചെയ്തുകൊണ്ട് പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ പരപുരുഷ ബന്ധം നടത്തുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു പ്യൂരിറ്റി അവർക്ക് ഉണ്ടാവും. അപ്പോൾ അവരുടെ ആധ്യാത്മികത്തിൽ തടസ്സം. ഇനി ഗാംബ്ലിംഗ്, ചൂത് കളിച്ചാലോ സത്യസന്ധത നഷ്ടപ്പെടും. പൈസ വെച്ച് കളിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സത്യസന്ധത ഉണ്ടാവില്ല. കാരണം അയാളുടെ കാശ് നഷ്ടപ്പെട്ടാൽ അയാൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും എന്റെ കാശ് തിരിച്ചെടുക്കാം. ഈ എന്റെ കാശ് തിരിച്ചെടുക്കാൻ ഞാൻ പറ്റിച്ചാലും കുഴപ്പമില്ല, അവനെ പറ്റിച്ചിട്ടായാലും എന്ത് ചെയ്തിട്ടായാലും ശരി, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ആ സത്യസന്ധത അവിടെ നഷ്ടപ്പെടും. അപ്പൊ ഇങ്ങനെയുള്ള 4 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആധ്യാത്മികത്തിൽ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവിടെ ആചാര്യാസ് എന്ത് പറയുന്നു, അത് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ആ 4 കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ അത് ചെയ്തിരിക്കണം എന്ന്. ഇനി പൂർവ ആചാര്യന്മാര് അവരുടെ പാദങ്ങളെ പിന്തുടരണം. എന്തുകൊണ്ടാണ് അവരുടെ പാദങ്ങളെ പിന്തുടരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ജീവിച്ചു കാണിച്ച വ്യക്തികളാണ്. അവര് വെറുതെ അല്ല പറയുന്നത്. നമുക്ക് ഉപദേശം നാട്ടുകാർക്ക്, എനിക്ക് ഉപദേശമില്ല എന്നുള്ളതല്ല. അവരുടെ ജീവിതത്തിൽ അവർ ഫോളോ ചെയ്തിട്ടാണ് അവര് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിന് എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, ആ ഗോസ്വാമിമാരെല്ലാം എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ? രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി. രൂപഗോസ്വാമിയുടെ അടുത്ത് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, നീ പുസ്തകങ്ങൾ എഴുതും, ആധ്യാത്മികത്തിനെ കുറിച്ച് എല്ലാ ജനങ്ങൾക്കും ബെനിഫിറ്റ് ആകുന്ന രീതിയിൽ പുസ്തകങ്ങൾ എഴുതും പറഞ്ഞു. അപ്പൊ അദ്ദേഹം വരുന്ന മുഴുവൻ ഈ ഉപദേശാമൃതം എഴുതി, ഭക്തിരസാമൃത സിന്ധു, ഇങ്ങനെ പല പുസ്തകങ്ങൾ നമുക്ക് വേണ്ടി ആധ്യാത്മികത്തിൽ പുരോഗതിക്ക് വേണ്ടിയിട്ട് അതെല്ലാം എഴുതി. സനാതന ഗോസ്വാമിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പുസ്തകത്തിലുള്ള കാര്യം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കും. അപ്പോ സനാതന ഗോസ്വാമി അങ്ങനെ കാണിച്ചു തന്നു. ഡെയിലി ഗോവർദ്ധന പർവ്വതം 24 കിലോമീറ്റർ ഉണ്ട്. ഈ 24 കിലോമീറ്റർ ഡെയിലി ഇങ്ങനെ ചുറ്റി പ്രദക്ഷിണം വരും. അത് 90 വയസ്സ് വരെയും ചെയ്തു. നാമം ജപിച്ചുകൊണ്ടേ അദ്ദേഹം പ്രദക്ഷിണം. അപ്പോ സനാതന ഗോസ്വാമി ചൈതന്യ മഹാപ്രഭു പറഞ്ഞതനുസരിച്ച് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെ പൂജ ചെയ്യണം, എങ്ങനെ കാര്യം. ഇവിടെ 6 ഗോസ്വാമിയെ പറയുന്നുണ്ട്. രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി, രഘുനാഥ ദാസ ഗോസ്വാമി, രഘുനാഥ ഭട്ട ഗോസ്വാമി, ഗോപാല ഭട്ട ഗോസ്വാമി, ജീവ ഗോസ്വാമി. ഇങ്ങനെ ഈ 6 ഗോസ്വാമികളാണ് നമുക്ക് ഈ ശാസ്ത്രങ്ങളെ പഠിപ്പിച്ചു തന്നത്. മാതൃകാപരമായിട്ട് ചൈതന്യ മഹാപ്രഭുയുടെ പരമ്പരയിൽ വരുന്ന അവര് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ തത് കർമ്മ പ്രവർത്തന എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതാണ് അങ്ങനെ അവര് പറഞ്ഞു തരുന്നത് അനുസരിച്ച് വേണം നമ്മൾ ചെയ്യുക. പിന്നെ ഒരു കാര്യം, അസത്സംഗത്യാഹ, ഭക്തന്മാരുടെ അല്ലാത്തവരുടെ സംഘം ത്യജിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഒരാൾ എപ്പോഴും ഭൗതിക വിഷയം മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കും, സ്ത്രീ വിഷയങ്ങൾ മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുമെങ്കിൽ ആ വ്യക്തി നമ്മുടെ മനസ്സിനെയും ഇല്ലാതെയാക്കും. എപ്പോൾ നോക്കിയാലും അവർ വന്നാൽ കറക്റ്റായിട്ട് ഒരു സത്സംഗം, ഈവൻ സത്സംഗം നടക്കുന്ന ഒരു സ്ഥലത്ത് പോലും ചിലരുടെ കൂടെ ഒന്നിരിക്കത്തുള്ളൂ, എല്ലാവരുടെ കൂടെയും മിങ്കിളാവില്ല. കാരണം അവരുടെ ടേസ്റ്റ് അനുസരിച്ച് അവസാനിക്കുന്ന ഒരു മാതാജി അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രഭു അവിടെ ഉണ്ടാവും. അവരുടെ അടുത്ത് പോയാൽ അവർ നമ്മൾ അറിഞ്ഞാണ് ഇതിന്റെ മറ്റേ അവിടെ എങ്ങനെയാണ് സംഭവിച്ചത്, അവരുടെ കൂടെ പോയി, ഇവരുടെ കുട്ടി ഏതോ ഒരു പയ്യന്റെ കൂടെ പോയി എന്ന് പറയും. ഇവർക്ക് ഭയങ്കര രസമായിരിക്കും, കാരണം ഇവർ ആ ഗുണത്തിലിരിക്കുന്നു, അതേ ഒരു കൂട്ടുകൂടെ കിട്ടും. അപ്പൊ അവരുടെ സംഘം എങ്ങനെയായി, ഈവൻ ആധ്യാത്മികം നടക്കുന്ന സ്ഥലത്ത് പോലും അവരങ്ങനെ തന്നെ കൂട്ടും. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആധ്യാത്മിക പുരോഗതി. പക്ഷെ എല്ലാ പ്രശ്നങ്ങളും അവർക്കുണ്ട്. അവർ വന്നിട്ട് ഇവിടെ വന്ന ആ 1 മണിക്കൂറും കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വന്നു, മാതാജി ഭഗവാനെ കണ്ട, എങ്ങനെയാണ്, എന്താ ഡെക്കറേഷൻ അല്ലെ, എന്ന് ആരത്തി കണ്ടു, ഇന്ന് ഞാൻ ആ ശ്ലോക പഠിച്ചു, ഇന്ന് എനിക്ക് പെട്ടെന്ന് ഒരു ഫിലോസഫിക്കൽ എനിക്ക് മനസ്സിലായില്ല, അതൊന്ന് പറഞ്ഞു തരുമോ, മാതാജിക്ക് അറിയാവോ, അല്ലെങ്കിൽ പ്രഭുവിന് അറിയാവോ എന്ന് പറഞ്ഞ ആ 1 hour നമ്മള് അവരുമായിട്ട് ആ ആധ്യാത്മിക വിഷയം സംസാരിച്ച് മനസ്സിലാക്കുമെങ്കിൽ നമുക്ക് ആ സംഘം നല്ലതാണ്. അപ്പോ അസത്സംഗം എന്ത് ചെയ്യണം, നമ്മൾ ത്യജിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ അസത്സംഗ ത്യാഗം എന്ന് പറയുമ്പോൾ ഇവിടെ പ്രഭുപാദ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, കർമ്മി, ജ്ഞാനി, യോഗി, ഇവരുടെ അടുത്തുള്ള സംഘവും ത്യജിക്കണം. അതായത് നമ്മൾ വിചാരിക്കും യോഗ പഠിക്കാൻ പോകും, യോഗ എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമാണല്ലോ,
നമ്മുടെ ഭഗവത്ഗീതയ്ക്കകത്ത് പ്രഭുപാദ് പറയുന്നുണ്ട് യോഗ എന്ന് പറഞ്ഞാൽ ലിങ്ക് ടു ദ ഗാഡ്, ഭഗവാനുമായിട്ട് ബന്ധത്തിനെയാണ് യോഗ എന്ന് പറയുന്നത്. ഞാൻ ഡെയിലി യോഗ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നു, അത് എന്താ തെറ്റ് എന്ന് വിചാരിക്കും. പക്ഷെ അവിടെ എന്താ തെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ യോഗ ക്ലാസ്സിലെ കൃഷ്ണനുമായിട്ട് ബന്ധം സ്ഥാപിക്കാനുള്ള കാര്യം പഠിപ്പിച്ചില്ല നമ്മൾ. അപ്പൊ ആ യോഗ കൊണ്ട് നമുക്ക് പ്രയോജനമില്ല. വേണമെങ്കിൽ ഫിസിക്കലി നമുക്ക് ഫിറ്റ്നസ് ഉണ്ടാവുമായിരിക്കും, അല്ലാതെ ആ യോഗ കൊണ്ട്, യോഗ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മള് ഭഗവത്ഗീതയ്ക്കകത്ത് യോഗ എന്ന് പറയാറില്ല, കർമ്മയോഗ. അതായത് യോഗ ഭഗവാനുമായിട്ട് ബന്ധം എങ്ങനെയാണ്, ഈ കർമ്മവുമായിട്ട് ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കും. അതായത് നമ്മുടെ ചെയ്യുന്ന പ്രവൃത്തിയിൽ കൂടെ ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കും. ജ്ഞാനയോഗ എന്നാണ് പറയുന്നത്. അപ്പൊ ജ്ഞാനത്തിൽ കൂടെ, കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ജ്ഞാനത്തിൽ കൂടെ കൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കും, കൃഷ്ണനുമായിട്ട് ബന്ധം സ്ഥാപിക്കും. അഷ്ടാംഗ യോഗ എന്ന് പറയുമ്പോൾ, അപ്പൊ അഷ്ടാംഗം, നമ്മുടെ ശരീരത്തിലെ അഷ്ടാംഗം കൊണ്ടിട്ട് നമുക്ക് ഭക്തിയുത സേവനം ചെയ്യും. അപ്പൊ ഇങ്ങനെ യോഗ വെറും യോഗ മാത്രമല്ല, ഇവിടെ എന്താ പഠിപ്പിക്കുന്നത്, നമുക്ക് ഒരു എന്താ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ എന്ന് പറഞ്ഞ് ഫീസ് മേടിച്ച് അവർ പഠിപ്പിക്കും. പക്ഷെ കൃഷ്ണനെ കുറിച്ച് പറയില്ല, കൃഷ്ണനുമായിട്ട് കണക്ഷൻ ചെയ്യാൻ പഠിപ്പിക്കില്ല, എങ്കിൽ ആ യോഗ യൂസ്ലെസ് ആണ്. അതാണ് ഇവിടെ പ്രഭുപാദ് പറയുന്നത്, അത് അസത്സംഗം എന്നാണ് പറയുന്നത്. ആ 3 പ്രോസസ്സും എന്താണ്, അസത്സംഗം. യോഗയിൽ കൂടെ നമ്മൾ ഒരു വെള്ളത്തിന്റെ പുറത്ത് നടക്കാനുള്ള സിദ്ധി കിട്ടി, അതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? നമ്മൾ ഈ ഭൗതിക ലോകത്തിലിരുന്ന് ആധ്യാത്മിക ലോകത്തിൽ പോകാൻ പറ്റുമോ? പോകാൻ പറ്റും. ഒരു കഥ പറയുന്നുണ്ട്. ഈ കഥയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു യോഗി അദ്ദേഹം ഹിമാലയത്തിൽ പോയിട്ട് എല്ലാം പഠിച്ചിട്ട് അദ്ദേഹം തിരിച്ചു വരും. ഹിമാലയത്തിൽ പോയി എല്ലാം പഠിച്ചിട്ട് തിരിച്ചു വന്നിട്ട് താഴോട്ട് ഇറങ്ങി വന്നപ്പോ അദ്ദേഹം ഒരു സിദ്ധി പഠിച്ചു. എന്താണ്? വെള്ളത്തിന്റെ പുറത്ത് നടക്കാനുള്ള സിദ്ധി അദ്ദേഹം പഠിച്ചിട്ടു. അങ്ങനെ അദ്ദേഹം വെള്ളത്തിന്റെ പുറത്ത് ഇങ്ങനെ നടന്നു പോവുകയാണ്. വെള്ളത്തിന്റെ പുറത്ത് നടന്നു പോയപ്പോൾ ആൾക്കാരെല്ലാം അതിശയമായിട്ട്, സ്വാമിജിക്ക് ഭയങ്കര സിദ്ധിയാണ്, ഹിമാലയത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ്, വെള്ളത്തിന്റെ പുറത്ത് നടക്കുന്നത്. അങ്ങനെ ഗ്രാമത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗംഗയിൽ നടക്കുന്നത് കണ്ടിട്ട് ഒരുപാട് പേര് ഇദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആയി. അങ്ങനെ 2 ശിഷ്യന്മാർ വന്ന് അദ്ദേഹത്തിന് കിട്ടി. ആ ശിഷ്യന്മാരും എന്തായി, ഇദ്ദേഹത്തിന്റെ കൂടെ നടന്ന് ഞങ്ങൾക്കും പഠിപ്പിച്ചു തരാമോ എന്ന് ചോദിക്കും. അപ്പൊ ഗുരുവേം ചെയ്യും. അപ്പൊ ഗുരു പറയും ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറയും. എന്നിട്ട് എന്തായി, ഒരു ദിവസം പറയും ഗുരു, ശരി ഇന്ന് ഞാൻ ഗംഗയിൽ കൂടെ ഞാൻ വെള്ളത്തിന്റെ പുറത്തുകൂടെ പോകാം, നിങ്ങൾ ബോട്ട് പിടിച്ചു വരും, കാരണം നിങ്ങൾക്ക് ഈ സിദ്ധി അറിയില്ലല്ലോ എന്ന് പറയും. അപ്പൊ ശിഷ്യന്മാരും പറയും ഓക്കെ. ശിഷ്യന്മാരിങ്ങനെ നോക്കി നിൽക്കവേ ഗുരു ഇങ്ങനെ വെള്ളത്തിന്റെ പുറത്ത് ഗംഗയുടെ മേലെ ഇങ്ങനെ നടന്നു പോകുന്നു. പക്ഷെ ശിഷ്യന്മാര് ഒരു ബോട്ട് പിടിച്ച് നേരെ അപ്പുറത്ത് ക്രോസ് ചെയ്തിട്ട് അക്കരെ പോയിട്ട് ഒരു 25 പൈസ എടുത്ത് ആർക്ക് കൊടുക്കും? ഈ ബോട്ടുകാരന് കൊടുക്കും. എന്തിനാണ് കൊടുത്തത്? ഇവിടുന്ന് അവിടെ കൊണ്ട് വിടാനുള്ള പൈസയാണ് കൊടുത്തത്. എന്നിട്ട് ഗുരുവിന്റെ അടുത്ത് പോയി ശിഷ്യന്മാർ ചോദിക്കും, അങ്ങ് എങ്ങനെയാണ് ഇങ്ങനെ വെള്ളത്തിന്റെ പുറത്ത് നടന്നത്? ഈ സിദ്ധി എങ്ങനെയാ കിട്ടിയത്? ഇത് പ്രാക്ടീസ് ചെയ്യാൻ എത്ര കാലം എടുത്തു എന്ന് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു 25 വർഷം എടുത്തു. കൊടും തണുപ്പും വെയിലത്തും എല്ലാം ഞാൻ ഈ മഴയിലും വെയിലിലും എല്ലാം ഇരുന്നിട്ട് അങ്ങനെ തപസ് ചെയ്തിട്ടാണ് എനിക്ക് ഈ സിദ്ധി കിട്ടിയെന്ന്. അപ്പോ ശിഷ്യൻ ഉടനെ ചിരിച്ചിട്ട് ചോദിക്കും, വെറും 25 പൈസയുടെ വിദ്യയ്ക്കാണോ 25 വർഷം പാഴാക്കിയതെന്ന് ചോദിക്കും. കാരണം ഞാൻ 25 പൈസ കൊടുത്തപ്പോ എന്നെ കൊണ്ട് അപ്പുറത്ത് കടത്തി വിട്ടു. ഇതിന് പൈസ കൊടുത്താൽ മതിയല്ലോ, ഈ 25 വർഷം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ യഥാർത്ഥ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ വിദ്യ കൊണ്ട് ആ ഗുരുവിനും പ്രയോജനമില്ല, ശിഷ്യന്മാർക്കും പ്രയോജനമില്ല, ആർക്കും പ്രയോജനമില്ലാത്ത ഒരു കാര്യമാണ് 25 വർഷം കൊണ്ട് പഠിച്ചത്. അപ്പൊ ആ ശിഷ്യന്മാർ ചോദിച്ചത് കറക്റ്റ് അല്ലേ? 25 പൈസയുടെ വിദ്യയേ ഉള്ളൂ. ആ 25 പൈസ കൊടുത്താൽ അവിടെ കൊണ്ട് കടത്തി വിട്ടു തരും നമ്മളെ. എന്തിനാണ് ഇതിനു വേണ്ടിയിട്ട് 25 വർഷം സ്പെൻഡ് ചെയ്യണം? അപ്പൊ ഇതാണ് ഇവിടെ പറയുന്നത് അസത്സംഗത്യാഹ. അത് അസത്സംഗം ഇല്ലാതെ ആക്കണം. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം നമുക്ക്. താങ്ക് യു. സമയമായി പോയി, സോറി. വേറെ എന്തെങ്കിലും 1-2 ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പോ അടുത്ത ആഴ്ച കാണാം. താങ്ക് യു. വാഞ്ചാകൽപാതരുഭ്യസ്യ കൃപാസിന്ധുഭ്യോ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്.
ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ പ്രഭുജി. പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ മാതാജി. ഹരേ കൃഷ്ണ.